പ്രളയത്തിൽ വെള്ളമുയർന്നു, പ്രണവത്തിൻ നാദമുയർന്നു. അവിടുന്നോ മത്സ്യമതായി, അവതാരം അത്ഭുതമായി. അമരന്മാരസുരർക്കൊപ്പം അതിവേഗം മഥനം ചെയ്തു. അന്നേരം കടകോൾ താഴ്ന്നു, അവിടുന്നോ ആമയുമായി. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. അസുരേന്ദ്രൻ ഭൂമിയെ താഴ്ത്തി പ്രാർത്ഥിച്ചു നാൻമുഖനപ്പോൾ. അവിടുന്നോ സുഖരമായി ദിതിപുത്രൻ കൊല്ലപ്പെട്ടു. പ്രഹ്ലാദൻ പാവക ഭക്തൻ പ്രാർത്ഥിച്ചു നിന്നെ കാണാൻ. അസുരേന്ദ്രൻ തൂണിലിടിച്ചു, അവിടുന്നോ നരഹരിയായി. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. ബലിതന്റെ യാഗം കാണാൻ ബാലന്റെ വേഷം കെട്ടി. അവിടുന്നോ വാമനനായി, സുതലത്തിൻ പാലകനായി. അഴകുക കരുണാമൂർത്തേ, മഴുവേറ്റിയ ഭാർഗവരാമ. തൊഴുതീടും എന്നുടയുള്ളിൽ മഴയായി പെയ്യുക ദേവാ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. പിതൃവാണികൾ സത്യമതാക്കാൻ അവിടുന്നോ കാനനമേറി. കൗസല്യാതനയൻ രാമൻ കാത്തിടണമെന്നെ നിത്യം. വസുദേവൻ കോമലയായി, ഹലധാരിയ രാമനതായി. മാധവനോ സോദരനായി, ബലരാമൻ കാക്കുകയെന്നെ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. സംഗീതം മുളയിൽ തീർത്തു, സന്ദേശം ഗീതയതാക്കി. ശ്രീകൃഷ്ണൻ ഭക്തജനത്തിൻ ശ്രീയേറും വിഗ്രഹമായി. കലികാല ദുരിത കടലിൽ കരതേടി അലഞ്ഞിടുമ്പോൾ അവിടുന്നോ കൽക്കിയതാവും ദുഷ്ടന്മാർ വാളാൽ പൊലിയും. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. ഗുരുവായൂരപ്പാ ദേവാ, അരുളേനേ വരമധുനാഥ. അവതാരം പത്തും കൃത്തിൽ നിറയേനേ അത്ഭുതമൂർത്തേ. ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല, ഗോവിന്ദ ഹരി ഗോവിന്ദ, ഗോവിന്ദ ഹരി ഗോപാല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം. വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണ
കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃ കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. കാമാദ്വേഷാദ് ഭയാദ് സ്നേഹാദ് യഥാ ഭക്തേശ്വരേ മന ആവേശ്യ തദഘം ഹിത്വാ ബഹവസ്തദ്ഗതിം ഗതാ ഗോപ്യകാമാത് ഭയാത് കംസോദ്വേഷാത് ചൈദ്യാദയോ നൃപാ സംബന്ധാത് കൃഷ്ണയ സ്നേഹാദ്യൂയം ഭക്ത്യാ വയം വിഭോ കഥമോപി നവേന സ്യാത് പഞ്ചാനാം പുരുഷം പ്രതി തസ്മാൽ കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേൽ തസ്മാൽ കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേൽ. ഭാഗവതം ഭഗവാന്റെ അത്യത്ഭുതകരമായ നരസിംഹാവതാര ലീല ശ്രീശുതവാണിയായി നാരദന്റെ വാക്കുകളായി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഒരു വരി പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നു. തസ്മാൽ കേനാഭ്യുപായേന മനഃകൃഷ്ണേ നിവേശിക്കുന്നു. ഏതെങ്കിലും ഒരു വിധത്തിൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തിനെങ്കിലും ഒരു നിമിത്തമാക്കിക്കൊണ്ട് മനസ്സിനെ കൃഷ്ണനിൽ നിവേശിപ്പിക്കുക. ഇതാണ് വേണ്ടത്. അതിന് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞു നാരദ മഹർഷി അല്ലെങ്കിൽ ശ്രീശുക ബ്രഹ്മർഷി. കാമമോ ദ്വേഷമോ ഭയമോ സ്നേഹമോ ഭക്തിയോ ഏതുമായിക്കൊള്ളട്ടെ എന്നാണ്. ഗോപ്യ കാമ, ഗോപികള് കാമം കൊണ്ടാണ്, കേവലം ഒരു ജാരൻ എന്നുള്ള രീതിയിലാണ് ഭഗവാനെ ആശ്രയിച്ചത്, ആദ്യം ആഗ്രഹിച്ചതെങ്കിൽ പിന്നീട് ആ ജാരനെ ജീവിതത്തിന്റെ സാരമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃക് എന്ന ആ വിശുദ്ധമായ ആത്മതത്വത്തെ അവരുടെ ഉള്ളിൽ ഭഗവാൻ പ്രകാശിപ്പിച്ചു. അവിടെ സജ്ജനമായി നിന്നത് ഭഗവാൻ തന്നെയാണ്. യശോദയുടെ പുത്രൻ മാത്രമല്ല, ഗോപികാപുത്രൻ മാത്രമല്ല, സകലരുടെയും അന്തരാത്മാവിൽ നിന്നിത്തിറങ്ങുന്ന ചൈതന്യമാണ് കൃഷ്ണൻ എന്ന ബോധ്യത്തിലേക്ക്, എന്ന ബോധത്തിലേക്ക്, ആ നിത്യസത്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അതേപോലെ തന്നെ കംസനോ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ഭഗവാനെ വിചാരിച്ച് ഭയത്തോടുകൂടി ഇരുന്ന ആളാണ് കംസൻ. ഉഗ്രസേന സുത കംസ എന്നാണ്. ആ ഉഗ്രസേനന്റെ പുത്രനായിരിക്കുന്ന കംസൻ അന്ന് ദേവകീ ദേവിയുടെ വിവാഹത്തിന്റെ അന്ന് കേട്ട അശരീരി, ആ അശരീരി കേട്ട് സശരീരിയായിട്ട് ഭഗവാൻ വരുന്ന കാലം പ്രതീക്ഷിച്ച് 12 കൊല്ലം ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ ഭഗവാനെ വിചാരിച്ചുകൊണ്ട്, എങ്ങനെ പേടിച്ചുകൊണ്ട്, ഭയം ആയിരുന്നു അവിടെ. ചൈത്യം തുടങ്ങിയ ആ ശിശുപാലാദികൾക്കൊക്കെ എന്തായിരുന്നു? ദ്വേഷമായിരുന്നു. ഗോപികമാര് ഭഗവാനെ കുറിച്ച് ആ മഞ്ഞപ്പെട്ടും മൈപ്പീലിയും ആ മകരകുണ്ടലവും മന്ദഹാസവും എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയാണ് ശിശുപാലൻ പറഞ്ഞിരുന്നത്. പറയുന്നതിന്റെ നമ്മൾ പറയില്ലേ, ആ ടോണിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അവൻ്റെ ഒരു മഞ്ഞപ്പെട്ട് മൈപ്പീലിയും മകരകുണ്ടലവും അവൻ്റെ ഒരു ചിരിയും പെൺകുട്ടികളുടെ കൂടെ അഴിഞ്ഞാട്ടവും എന്നൊക്കെയാണ് ശിശുപാലൻ പറഞ്ഞിരുന്നത്. ദേഷ്യമായിരുന്നു ഉള്ളിൽ, നിരന്തരം ഭഗവാനെ വിചാരിച്ചുകൊണ്ടിരുന്നു. സമ്പദ്ധാഷ്മയ, വൃഷ്ടികൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധമായിരുന്നു ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. പിന്നെയോ സ്നേഹാദ്യൂയം, നാരദ മഹർഷി പറയാണ്, പഞ്ചപാണ്ഡവരിൽ ആ ശ്രേഷ്ഠനും ജ്യേഷ്ഠനുമായിരിക്കുന്ന ധർമ്മപുത്രന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ സ്നേഹം കൊണ്ടാണ്, ഞങ്ങൾ ഭക്തി കൊണ്ടാണ് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നത്. എപ്പോഴാണ് നാരദ മഹർഷി ഈ ധർമ്മപുത്ര മഹാരാജാവിന്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അത് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തിന് ഒരു സംശയം ഉണ്ടാവുകയാണ്. കഥകളൊക്കെ അങ്ങനെ കേട്ടപ്പോൾ പറഞ്ഞു, ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണെങ്കിലും ദേവന്മാരോട് ഭഗവാൻ
ഭഗവാന് പ്രത്യേക ഒരു താല്പര്യമുള്ളതായിട്ട് തോന്നുന്നു. നമുക്കും അങ്ങനെയൊക്കെ തോന്നാം അല്ലേ? അസുരന്മാരെ ഭഗവാൻ എപ്പോഴും നിഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ദേവന്മാർക്ക് വേണ്ടി ഭഗവാൻ ഏതു വേഷവും കെട്ടാൻ തയ്യാറായി വരുന്നു. അത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ സമഭാവനയ്ക്ക് വിരുദ്ധമല്ലേ ഇത് എന്ന് ചോദിക്കുകയാണ്. ഇത് ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീ ശിവബ്രഹ്മശ്രീ പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി. കാരണം എന്താ? എത്ര ഭാഗവതമാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധന. കാരണം എന്താന്ന് വെച്ചാൽ ഭക്തി വർദ്ധിപ്പിക്കുന്ന പ്രഹ്ലാദന്റെ പുണ്യചരിതം നാരദാദ ശീശ്വരന്മാര് പാടിയിട്ടുണ്ട്. ആ കഥ സാക്ഷാൽ വേദവ്യാസനെ നത്വാ കൃഷ്ണായമുനെ, കൃഷ്ണമുനി എന്ന് പറഞ്ഞാൽ വേദവ്യാസ കൃഷ്ണദ്വൈപായനൻ. അപ്പൊ അച്ഛന്റെ പാദങ്ങളിൽ, ഗുരുനാഥന്റെ പാദങ്ങളിൽ വീട് നമസ്കരിച്ച ശ്രീശിവബ്രഹ്മർഷി പറയാണ്, ആ ഹരിയുടെ കഥ പറഞ്ഞു തരാം. നരനായി അവതരിച്ച ഹരിയല്ലേ അങ്ങ് കേട്ടിട്ടുള്ളൂ, നരഹരിയായി അവതരിച്ച ഭഗവാന്റെ കഥ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഭഗവാൻ നിർഗുണഭാവമാണ്. ഭഗവാനിൽ സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ ഇല്ല. സത്വരജസ്തമോ ഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളാണ്, ആത്മഗുണങ്ങളല്ല. അതിന്റെ ക്ഷയവും വൃദ്ധിയും ഒരേ സമയത്ത് ഉണ്ടാവുകയുമില്ല. ചിലപ്പോൾ സത്വഗുണം കൂടി നിൽക്കും, ചിലപ്പോൾ രജോ ഗുണം കൂടി നിൽക്കും, ചിലപ്പോൾ തമോ ഗുണം കൂടി നിൽക്കും. സത്വഗുണം കൂടി നിൽക്കുന്ന സമയത്ത് ദേവന്മാർക്ക് വിജയം എന്ന് തോന്നുന്നു. രജോ ഗുണം കൂടുമ്പോൾ അത് അസുരന്മാർക്ക് ഗുണകരമായിട്ട് തോന്നുന്നു. തമോ ഗുണം കൂടുമ്പോൾ രാക്ഷസന്മാരും ജയിക്കുന്നതായിട്ട് തോന്നുന്നു. സത്യത്തിൽ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന സൂര്യന് എല്ലാവർക്കും ഒരേപോലെ പ്രകാശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പ്രകാശത്തെ സ്വീകരിക്കുന്ന വസ്തുവിന്റെ ആ ഉപാധിയുടെ വ്യത്യാസം അനുസരിച്ച് പ്രകാശത്തിന്റെ പ്രതിഫലനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അത് കല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ടൊന്നും പ്രതിഫലിക്കില്ല. അതേപോലെ ഒരു കടലിലെ വെള്ളത്തിൽ തട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ പ്രതിഫലിക്കും, കണ്ണാടിയിലാണെങ്കിൽ വളരെയധികം പ്രതിഫലിക്കും. അപ്പൊ ഇത് ഈ ഭഗവത് അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന ആ ഉപാധിയുടെ വ്യത്യാസം അനുസരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നിഗ്രഹം എന്നൊക്കെ നമുക്ക് തോന്നും. ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ്. ജീവന്റെ ഭോഗത്തിനായി ശരീരങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഭഗവാൻ രജസ്സിനെ വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഓരോന്നിനും അതേപോലെ സങ്കല്പം കൊണ്ട് സകലതും സൃഷ്ടിക്കാൻ കഴിവുള്ള ഭഗവാൻ ഇത്തരത്തിൽ സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ച് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ അങ്ങനെയുണ്ടായ ഇതേ സംശയം പണ്ട് രാജസൂയ യാഗത്തിൽ വെച്ച് അങ്ങയുടെ മുത്തച്ഛനായ ധർമ്മപുത്ര മഹാരാജാവിന് ഉണ്ടായി. ധർമ്മപുത്ര മഹാരാജാവിന് എന്താ അതിന് കാരണം എന്നാണെങ്കിൽ, അഹോ അത്യദ്ഭുതം ഹേത ദുർലഭൈകാന്തിനാമപി വാസുദേവേ പരേതത്വേ പ്രാപ്തിശ്ചൈത്യസ്യ വിദ്യുഷ. എപ്പോഴാണ് സംശയം ഉണ്ടായത് എന്നാണെങ്കിൽ, ചേതിപതിയായ ശിശുപാലന്റെ ശിരസ് ഭഗവാൻ ചക്രം കൊണ്ട് ഛേദിച്ചപ്പോ ശിശുപാലനിൽ നിന്ന് ഒരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് രാജസൂയത്തിന് വന്ന നിരവധിയായിട്ടുള്ള ആളുകൾ മുഴുവൻ കണ്ടു, ധർമ്മപുത്രരും കണ്ടു. അപ്പൊ ധർമ്മപുത്രർക്ക് അത്ഭുതമായി. കാരണം എന്താന്ന് വെച്ചാൽ ഏകാന്ത ഭക്തന്മാർക്ക് പോലും ദുർലഭമായ സായുജ്യമുക്തി, ആ ഹരിപാദത്തിലേക്ക് എത്തിച്ചേരാൻ ശിശുപാലന് സാധിച്ചുവെങ്കിൽ ഭഗവാനെ എപ്പോഴും ദ്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശിശുപാലൻ അങ്ങനെയാണെങ്കിൽ ആ വേനൻ ഭഗവൻ നിന്ദയാൽ ബ്രാഹ്മണരാൽ നരകദുഃഖം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇദ്ദേഹത്തിന് അത് വേണ്ടി വന്നില്ല. അപ്പോ ശിശുപാലനും ദന്തവക്രനും ബാല്യം മുതൽ തന്നെ ആരംഭ്യ കളഭാഷണാൽ എന്നാണ് പറയുന്നത്. വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ എന്താ, അച്ഛനമ്മ എന്നൊക്കെ പറയാ. ഇത് കള്ളകൃഷ്ണൻ 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 മാത്രമേ പറഞ്ഞത് ഇത് രണ്ടുപേരും. അപ്പൊ ജനിച്ച അന്ന് മുതൽ ഭഗവാനെ കുറിച്ച് ദേഷ്യം പറഞ്ഞിട്ടുള്ള അവര്, ഉപനിഷത്ത് വേദ്യനായിരിക്കുന്ന ഭഗവാനിൽ വിദ്വേഷമുള്ള അവര്, സത്യത്തിൽ അവർ ആ ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു എന്ന് കാണുമ്പോ എനിക്ക് അത്ഭുതം വരും. നാവില് ഒരു തരം കുഷ്ഠം വരും എന്നാ പറയുന്നത്. അത് വരേണ്ടവരായിരുന്നു ഇവരെ. കാരണം അത്രയും ദുഷിച്ചിട്ടുണ്ട് ഭഗവാനെ പറഞ്ഞിട്ട്. എന്നിട്ടും അതുണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാവരും നോക്കി നിൽക്കെ ആ ജ്യോതിസ് ഭഗവാനിൽ ലയിച്ചു ചേർന്നു. ഭ്രാമ്യതി മേ ബുദ്ധിർ ദീപാർച്ചിരിവായുന. കാറ്റടിക്കുമ്പോൾ ദീപം അടങ്ങുന്നത് പോലെ എൻ്റെ മനസ്സ് വല്ലാതെ ചഞ്ചലപ്പെട്ടിരിക്കുന്നു. അപ്പൊ ശ്രീകൃഷ്ണനിലേക്ക് എത്തിച്ചേരാൻ ശ്രീകൃഷ്ണനെ ചീത്ത പറയുകയാണോ വേണ്ടത്? കാരണം ചീത്ത പറയാത്ത ഭഗവാനെ ഭജിക്കുന്ന ആളുകൾക്കൊന്നും ഇത് കിട്ടിയിട്ടില്ല. ചീത്ത പറയുന്ന ശിശുപാലന് കിട്ടുകയും
ധർമ്മപുത്രരുടെ ഈ ചോദ്യം എല്ലാവരും കേട്ടു, ഭഗവാനും കേട്ടു, നാരദനും പ്രത്യേകമായിട്ട് കേട്ടു. നാരദൻ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി, എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു കൊടുക്കണോ അതോ അവിടെ തന്നെ പറഞ്ഞു കൊടുക്കണ്ടോ എന്നാണ്. അപ്പൊ നാരദൻ തന്നെ പറഞ്ഞു കൊടുത്തോട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു. കാരണം എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഒരിക്കൽ ഈ നാരദൻ ദ്വാരകയിലേക്ക് വന്ന സമയത്ത് ഭഗവാൻ ഒരാളുടെ അടുത്തിരുന്ന് പുരാണം കേട്ടുകൊണ്ടിരിക്കും. ഭഗവാൻ ഇങ്ങനെ ശ്രോതാവായിട്ടിരിക്കുക, മറ്റൊരാളെ ഗംഭീരായിട്ട് ഭഗവാന്റെ കഥകൾ പറയാം. നാരദ ഋഷിക്ക് അത്ഭുതമായി. എപ്പോഴെങ്കിലും തനിക്കിങ്ങനെ സാധിക്കുമോ ഭഗവാന്റെ മുമ്പിലിരുന്ന കഥ പറയാൻ? നമുക്ക് ഭഗവാന്റെ വിഗ്രഹത്തിലിരുന്ന മുമ്പിലിരുന്ന കഥ പറയാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ട്. എന്നാൽ ആ ഭഗവത് സ്വരൂപം നമുക്ക് ദൃഷ്ടിഗോചരനായി ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കില്ല. കണ്ണുകൾ നിറയും, അല്ലെ? ആനന്ദഭാഷണം ഉണ്ടാവും, ഗദ്ഗതമുണ്ടാവും, നമ്മൾ ആകെപ്പാടെ മാറിപ്പോകും. നാരദ മഹർഷി അങ്ങനെയല്ല ആഗ്രഹിച്ചത്. ഈ ഭഗവാന്റെ മുമ്പിലിരുന്ന് ഭഗവാന്റെ കഥകൾ പറയാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവോ ഭഗവാനെ? അപ്പൊ ഭഗവാൻ തീർച്ചപ്പെടുത്തി, നാരദ അങ്ങിങ്ങനെ എന്റെ മുമ്പിൽ മാത്രം എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ മുന്നിൽ ഇരുന്ന് ലോകത്തിന് മുഴുവൻ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ടാണ് രാജസൂയം എന്ന മഹത്തായ യാഗവേദിയിൽ നിരവധിയായിട്ടുള്ള ദേവന്മാരും രാജർഷിമാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ വലിയ ജനസമുദ്രത്തിന്റെ നടുവിലിരുന്ന് കഥ പറയാൻ ഭഗവാൻ അനുവാദം കൊടുത്തു. ഈക്ഷയ അമൃതവർഷിണിയായ ഒരു നോട്ടം ഭഗവാന്റെ ചെയ്തോളൂ നാരദ. അപ്പൊ നാരദ പറഞ്ഞു തുടങ്ങി, നിന്ദനസ്തപസൽക്കാരണ്യക്കാരാർത്ഥം കളയവരം പ്രധാനമനയോ രാജൻ അവിവേകേന കൽപ്പിതം. ധർമ്മപുത്ര മഹാരാജാവേ, ഈ നിന്ദ, സ്തുതി, സൽക്കാരം, തിരസ്കാരം, അപമാനം, മാനം, ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് അവിവേകം കൊണ്ടുണ്ടാകുന്നത്. ശരീരമാണ് താനെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ തോന്നും. എന്നാൽ ശരീരത്തിൽ എന്റേതെന്നും ഞാനെന്നുമുള്ള ആ അഭിമാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല, എല്ലാം ഒരുപോലെ. അപ്പോ ശരീരത്തിൽ അഭിമാനം വരുന്നത് കൊണ്ട്, അതിന്റെ വധം കൊണ്ട് എങ്ങനെ വധവും വരുന്നുവോ അങ്ങനെ ഭഗവാൻ അദ്വിതീയനായതിനാൽ ഭഗവാൻ ഒരിക്കലും അഭിമാനമില്ല. അതുകൊണ്ട് ഭഗവാൻ ഒരാളെ കൊന്നു എന്ന് പറയുന്നില്ല, ഒരാളെ അനുഗ്രഹിച്ചു എന്നും പറയാൻ സാധിക്കില്ല. ഭഗവാൻ ഒരു ലീലയാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാനെ ആർക്കെങ്കിലും ദ്രോഹിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ ഇതെന്താ? ഇത് കേവലം ഒരു നാടകം, അത്രേ ഉള്ളൂ. അപ്പൊ നിരന്തര വൈരം കൊണ്ടോ, ആരിലും വൈരമില്ലാത്ത ഭക്തി കൊണ്ടോ, ഭയം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, കാമം കൊണ്ടോ എങ്ങനെയെങ്കിലും മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുക. അപ്പൊ അങ്ങനത്തെ സംശയം ഉണ്ടായി, വേനന് എന്തുകൊണ്ട് ഇത് കിട്ടിയില്ല? വേനൻ ഭഗവാനെ സ്മരിച്ചിട്ടേ ഇല്ല, അവനവന്റെ കേമത്തെ മാത്രമേ പറഞ്ഞിരുന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് നരകത്തിൽ പോയി വീഴേണ്ടി വന്നത്. നിരന്തര ഭാവന കൊണ്ട്, നിരന്തര വൈരഭാവം കൊണ്ട് മനുഷ്യൻ തന്മയീഭാവത്തിലേക്ക് വരും. ഒരു പക്ഷേ സ്നേഹിതന്മാരുടെപ്പോൾ കൂടുതൽ നമുക്ക് ഓർമ്മയുണ്ടാവാതെ ആ ശത്രുക്കളെയാണ്. സ്നേഹിതന്മാരെ ചിലപ്പോൾ മറന്നുപോയത് വരാം. എന്നാൽ നമ്മുടെ ഒരു ശത്രുവിനെ അവനെ എപ്പോഴും ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കും. അത് കൊണ്ടു നടക്കും തോറും ശത്രു സുഖമായിട്ട് ജീവിക്കും, നമ്മൾ ദുഃഖിക്കുകയും ചെയ്യും. ഇവിടെ ശിശുപാലന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ചിന്തിച്ച് വേദാന്തത്തിൽ പറയും, വേട്ടാളൻ ഒരു പുഴുവിനെ കുത്തി പേടിപ്പിച്ച് ആ പുഴു പിന്നീട് വേട്ടാളനെ തന്നെ ചിന്തിച്ച് വേട്ടാളനായി മാറുന്നത് പോലെ, ആ സ്വരൂപത്തിലേക്ക് എത്തുന്നത് പോലെ ആരെ പറ്റി വിചാരിക്കണം? അത് ഭഗവാനെ പറ്റിയാണെങ്കിൽ വളരെ വിശേഷം അതായി തീരും. നമ്മൾ ആഗ്രഹിക്കും തോറും അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യത കൂടി വരും. അപ്പൊ ശിശുപാലൻ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തസ്മാൽ കേനാത്മപായേന മനഃകൃഷ്ണേ നിവേശിച്ചു. എന്നാൽ ഈ ദ്വേഷഭാവത്തിൽ ഭഗവാനെ സ്മരിക്കുക എന്നുള്ളത് സാധാരണ ആളുകൾക്ക് സാധിക്കുന്നതാണോ? വളരെ ബുദ്ധിമുട്ടാണ്. ഭഗവാനെ ചീത്ത പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. എന്നിട്ട് പറഞ്ഞു, പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ഈ ശിശുപാലനും ദത്തപുത്രനും സാധാരണ ആളുകളാണെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? അവര് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നത് എങ്ങനെയാ? ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു മൂന്ന് വേഷങ്ങൾ കെട്ടിയാടി തിരിച്ച് ഭഗവാനിലേക്ക് തന്നെ ചേർന്നു. അത്രയും ഉണ്ടാകും. ധർമ്മപുത്ര മഹാരാജാവിന് അത്ഭുതമായി. പാർഷദപ്രവരന്മാരാണ് ഇവര്, വിഷ്ണു പാർഷദന്മാരായ ജയവിജയന്മാരാണ്. സനകാദി യോഗീശ്വരന്മാരുടെ ശാപം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ജന്മമെടുക്കേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ആ കഥ കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം വന്നു ധർമ്മപുത്രന്. അപ്പൊ പറഞ്ഞു,
ആദ്യം ആ സനകാദിയോഗീശ്വരന്മാർ വൈകുണ്ഠത്തിലേക്ക് വരുന്നത്. അവിടെ നൈശ്രേയസം എന്ന ഉദ്യാനത്തിന് മുമ്പിൽ വെച്ച് ജയവിജയന്മാരെ തടയുന്നത്. അതിൽ രോഷാകുലരായി മാറിയ സനകാദികൾ, സത്യത്തിൽ അവർക്ക് ക്രോധം ഉണ്ടാവാറില്ല. അവർ സർവസംഘപരിത്യാഗികളായ ആത്മാരാമന്മാരായി നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ ക്രോധം ഉണ്ടാവും? പട്ടേരിപ്പാട് പറയുന്നുണ്ട്, സർവം ഭവൽ പ്രേരണയുള്ള ഭൂമൻ. അവിടുത്തെ പ്രേരണ കൊണ്ട്, അവിടുത്തെ സങ്കല്പം കൊണ്ട് അവർക്ക് ദേഷ്യമുണ്ടായി. ആ ദേഷ്യം, ആ കോപം ശാപമായി മാറി. നിങ്ങൾ ഈ വൈകുണ്ഠത്തിൽ നിൽക്കാൻ യോഗ്യരല്ല, നിങ്ങളൊരു 3 ജന്മം അസുര രാക്ഷസ യോനികളിൽ പിറന്ന് തിരിച്ചു വരൂ. അപ്പൊ അവരെന്താ പ്രാർത്ഥിച്ചത്? ഞങ്ങൾക്ക് ഏത് വേഷം കെട്ടാനും വിഷമില്ല ഭഗവാനെ, പക്ഷേ ആ മഹർഷിമാരോട് പറയാ, ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം തരണം, എന്താ ഭഗവാനെ മറക്കാതിരിക്കാൻ. അപ്പൊ ഭഗവാനെതിരെ ആ രാക്ഷസനായും അസുരനായും ഒക്കെ നിൽക്കുമ്പോൾ ഏത് ഭാവം കൊണ്ട് ഭഗവാനെ നിരന്തരം സ്മരിക്കാൻ പറ്റുള്ളൂ? അത് വേഷഭാവം കൊണ്ട്. അങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവർ രണ്ടുപേരും ദിതിയുടെയും കശ്യപന്റെയും പുത്രന്മാരായി ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും പിറന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൈകസിയുടെയും വിശ്വാസിന്റെയും പുത്രന്മാരായി രാവണ കുംഭകർണന്മാരായി പിറന്നു. ഇപ്പൊ ചേതി രാജാവായിരിക്കുന്ന ദമഘോഷന്റെ മക്കളായിട്ട് ഇവര് ശിശുപാലനായും ദന്തവക്രനായിട്ട് പിറന്നു. ഇതോടുകൂടി ശിശുപാലന്റെ ഈ വേഷം കെട്ട് കഴിഞ്ഞു. ഇനി ആ ദന്തവക്രനെയും ഭഗവാൻ നിഗ്രഹിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കേട്ടപ്പോ അതിൽ ആ ഹരി നരഹരിയായിട്ട് അവതരിച്ച കഥ അതിങ്ങനെ കേട്ടാ കൊള്ളാം എന്ന് തോന്നി. ഹതോ ഹിരണ്യകശിപുർ ഹരിണാ സിംഹരൂപിണ, നരഹരിയായി അവതരിച്ച ഭഗവാന്റെ കഥ. അതിലെന്താ പ്രത്യേകത? ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് തന്റെ മകനെ ദ്വേഷിച്ചു എന്നുള്ളതാണ്. കേശവപ്രിയനായിരിക്കുന്ന മകനെ അങ്ങനെ ദ്വേഷിച്ച കഥ കേട്ടപ്പോ യുധിഷ്ഠിരൻ പറഞ്ഞു, അതൊന്ന് വിസ്തരിച്ചു പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് തുടർന്ന് സപ്തമസ്കന്ധത്തിന്റെ 2ാമത്തെ അധ്യായം മുതൽ 10 കൂടിയുള്ള 9 അധ്യായങ്ങളിലൂടെ ഈ പ്രഹ്ലാദ ചരിത്രം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഈ 9ന്റെ പ്രത്യേകത എന്താ? പ്രഹ്ലാദൻ ലോകത്തിന് പകർന്നു നൽകിയ ഒരു 9 ഉണ്ട്. ഒരു ഭക്തിയുടെ ഒരു പുതു രീതി, അത് നവധാഭക്തി എന്നറിയപ്പെടും. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 ഭാവങ്ങൾ ഈ 9 അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ആദ്യം തന്നെ നമ്മൾ എന്താ കാണുന്നത്? ഹിരണ്യാക്ഷവധം കൊണ്ട് ദുഃഖിതയായ തന്റെ അമ്മയെ ഹിരണ്യകശിപു സമാധാനിപ്പിക്കുന്ന രംഗം. എത്ര മനോഹരമായിട്ടാണ് ഭാഗവതകാരൻ ഈ രംഗങ്ങളൊക്കെ വരച്ചു വെച്ചേക്കണം നോക്കൂ. നമ്മളിപ്പോ ആധുനിക കാലത്ത് ചില ചലച്ചിത്രങ്ങളിലും അല്ലെങ്കിൽ നോവലുകളിലൊക്കെ കാണാം, ആദ്യം പ്രതിനായകനെ അവതരിപ്പിക്കും, പ്രതിനായകന്റെ കേമത്വങ്ങൾ ഇങ്ങനെ പറയും, അല്ലെ? അയാളുടെ കാലാദ്യം കാണിക്കും, അത് കഴിഞ്ഞ് ദേഹം കാണിക്കും, പിന്നെ മുഖം കാണിക്കും. ഇതേപോലെ തന്നെയാണ് ഹിരണ്യകശിപുവിനെ അവതരിപ്പിക്കുന്നത് നാരദ മഹർഷി. ഭ്രാതജ്ഞേവം വിനിഹതേ ഹരിണാക്രോഡമൂർത്തിനാ ഹിരണ്യകശിപൂരാജൻ പര്യതപ്യദൃശാശിഷ ആഹചേതം രുഷാധൂർണസന്തഷ്ടദശനക്ഷത കോപോജ്വലഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രമംബര. ഹിരണ്യകശിപുവിന്റെ അതിഭീകരമായിരിക്കുന്ന ആ മുഖം കാണിച്ചു വെച്ചാണ്, ഭീതിതമായ മുഖം. അവിടെ എന്തുണ്ട്? ദുഃഖവുമുണ്ട്, കോപവുമുണ്ട്. ദുഃഖം എന്തുകൊണ്ടാണ്? അനുജനെ ആ വിഷ്ണു ഒരു കാട്ടുപന്നിയുടെ രൂപത്തിൽ വന്ന് കൊല്ലപ്പെടുത്തി എന്നുള്ളതിന്റെ ദുഃഖം. ആ ഹിരണ്യകശിപുവിന് ഉള്ളിലുണ്ടായ കോപത്തിന് കാരണം എന്താ? ആ ഹരിയെ ഇല്ലാതെയാക്കണം എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള കോപം കൊണ്ട് വിറച്ച് ചുണ്ട് കടിച്ച് ജ്വലിക്കുന്ന കണ്ണുകൾ ആകാശത്തിലേക്ക് ചേർത്ത് വെച്ചും കൊണ്ട് ആ ശൂലമദ്യമി ആ ശൂലകനെ പിടിച്ച് തന്റെ കൂട്ടുകാരായിട്ടുള്ള ദാനവ ദൈതേയന്മാരുടെ അടുത്ത് അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട്, ഹേ നിമൂർധാവേ ത്രക്ഷ ശംബര ശതബാഹു ഹയഗ്രീവ നമുചേ പാക ഇല്ലല, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ഹിരണ്യകശിപുവിന്റെ ആ മേഘ സദൃശമായിരിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ നോക്കി പറഞ്ഞു. എല്ലാവരെയും അസുരന്മാരെയും ദേവന്മാരെയും ഒരുപോലെ കാണുന്ന ആളാണ് ഈ ഹരി. എങ്കിലും ഭജനം കൊണ്ട് ദേവന്മാർക്ക് സഹായിയായിട്ട് തീർന്നിട്ടുണ്ട്. സ്തുതി കേട്ടപ്പോ ദേവപക്ഷത്തേക്ക് മാറിയ ആളാണ് ഹരി.
അതുകൊണ്ട് ആ നിങ്ങളുടെ കൂട്ടുകാരനും എന്റെ സഹോദരനുമായ ഹിരണ്യാക്ഷനെ ഇല്ലാതെയാക്കിയ ആ ഹരിയെ മക്ഷൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാ രുധിരേണ വൈ രുധിരപ്രിയം തത്വേഷ്യെ ഭ്രാതരമേകദദ്യത്. അവന്റെ മാറ് കീറി ഈ ശൂലം കുത്തിയിറക്കി ആ രക്തം കൊണ്ട് ഞാൻ എൻ്റെ അനുജന് തർപ്പണം ചെയ്യും. അതിന് നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഈ വിഷ്ണുവിന്റെ ശക്തി എന്ന് പറയുന്നത് ബ്രാഹ്മണര്, അതേപോലെ പശുക്കള്, ധർമ്മം, ഇതൊക്കെ വിഷ്ണുവിന് ശക്തി കൂട്ടുന്നതാണ്. അപ്പൊ വിഷ്ണുവിന്റെ ശക്തി കുറയ്ക്കുകയും വേണം, എന്റെ ശക്തി കൂട്ടുകയും വേണം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ വേഗം ചെയ്ത് ചെന്ന് എത്രയെത്ര ദ്വിജാഗാവോ വേദാ വർണ്ണാശ്രമാക്രിയ തം തം ജലവതം യാത സന്ദീപേഷ്ടം. അവിടെ എവിടെയൊക്കെ ദാനധർമാദികളുണ്ടോ, വേദങ്ങളുണ്ടോ, പശുക്കള്, ബ്രാഹ്മണര്, വർണ്ണാശ്രമ ക്രിയകള് ഒക്കെ എവിടെ നടക്കുന്നുണ്ടോ, യജ്ഞം, തപസ്, ഇതൊക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാതെയൊക്കെ അതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നിർദ്ദേശം തരുന്നു. ആ നിർദ്ദേശം കേട്ട് കഴിഞ്ഞപ്പോഴോ അവർക്ക് അല്ലെങ്കിൽ തന്നെ എല്ലാവരും തകർക്കാൻ താല്പര്യമുള്ള ആളുകളാണ്. ഇപ്പോ അവരുടെ രാജാവിന്റെ നിർദ്ദേശം കൂടി കിട്ടിയപ്പോ അവര് ചെന്ന് എല്ലാം തകർത്തെറിയും. ഇങ്ങനെ അവര് എല്ലാം തകർത്തെറിയുന്ന സമയത്ത് എല്ലാം തകർത്തെറിയുന്നു അവര്. ആ സമയത്ത് ഹിരണ്യകശിപു ധർമ്മത്തെ ഇല്ലാതെയാക്കണം എന്ന് നിർദ്ദേശം കൊടുത്ത ഹിരണ്യകശിപു ഇപ്പൊ എന്താ ചെയ്യണത്? ധർമ്മോപദേശം ചെയ്യുന്ന മറ്റൊരു രംഗത്തേക്കാണ് 4 വർഷം കൊണ്ടുപോകുന്നത്. ദിതിയുടെ അടുത്ത്, അതേപോലെ ഹിരണ്യാക്ഷന്റെ പത്നിയായ ഋഷാഭാനുവിന്റെ അടുത്ത് ഒക്കെ ഹിരണ്യകശിപു ഗംഭീരമായിട്ടുള്ള സാരോപദേശം കൊടുക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറഞ്ഞു, നിങ്ങൾ കരയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് കരയാൻ പാടില്ല എന്ന് ഞാൻ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹിരണ്യാക്ഷന്റെ ശരീരത്തെ എല്ലാം നമ്മള് സ്നേഹിച്ചത് ഹിരണ്യാക്ഷന്റെ ആത്മാവിനെയാണ്. ശരീരത്തെ ആണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഈ ശരീരം കാണുമ്പോൾ നമുക്ക് സമാധാനം വരേണ്ടതായിരുന്നു. നമുക്ക് സമാധാനം വരുന്നില്ല. അപ്പൊ നമ്മൾ ആ സത്യസ്വരൂപനായ ഹിരണ്യാക്ഷന്റെ ഉള്ളിലെ ഈശ്വരീയ ഭാവത്തെയാണ് നമ്മൾ ആശ്രയിച്ചത്, സ്നേഹിച്ചത്. പിന്നെ ഹിരണ്യാക്ഷൻ ഹരിയുമായുള്ള യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഹിരണ്യാക്ഷനെ ആലോചിച്ച് നിങ്ങൾ കരയാൻ പാടില്ല. വെള്ളം ഇളകുന്നത് കൊണ്ട് അതിൽ പ്രതിഫലിച്ച ചന്ദ്രൻ ഇളകുന്നത് പോലെ തോന്നും. ഇത് ഒരു ഭ്രമമാണ്. ഇതേപോലെ ആത്മാവ് നശിക്കുന്നില്ല എന്നറിയാതെ ശരീരം നശിക്കുമ്പോ നമ്മൾ വെറുതെ കരയുന്നു. ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കുശീനരം എന്ന രാജ്യത്ത് സുയജ്ഞൻ എന്ന രാജാവിന്റെ കഥ പറഞ്ഞു. അദ്ദേഹം ശത്രുക്കളാൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പത്നിമാര് മാറത്തടിച്ച് കരയാൻ തുടങ്ങി. ഈ സമയത്ത് അവിടെയൊക്കെ സാക്ഷാൽ യമധർമ്മൻ ഒരു ബാലന്റെ രൂപത്തിൽ അവിടെ വന്ന് അവരെ വേണ്ട പോലെ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ജനന മരണത്തെ ആലോചിച്ച് നിങ്ങൾ കരയുന്നതിൽ ഒരർത്ഥവുമില്ല. നിത്യനായ ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കൂ, ശരീരത്തിലുള്ള ബന്ധം വിടൂ എന്നൊക്കെ വേണ്ട പോലെ ഉപദേശിച്ചു. അവിടെ യമധർമ്മ മഹാരാജാവ് ചില പക്ഷികളുടെ കഥയും അവിടെ പറഞ്ഞു കൊടുത്തു എന്നാണ്. നിത്യമായ ആത്മാവിനെ പറ്റിയോ അനിത്യമായ ശരീരത്തെ കുറിച്ചോ വ്യസനിക്കാൻ പാടില്ല. വേണ്ടത്ര അറിവില്ലാത്ത ആളുകളാണ് വെറുതെ കരയുക. ഈ സ്വഭാവം മാറ്റണം. കാട്ടാളൻ വല വീശി ആ കാട്ടിലുള്ള പക്ഷികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പറക്കുന്ന കലിംഗ പക്ഷികളുടെ ഒരു മിഥുനം, ഒരു ആൺപക്ഷിയും പെൺപക്ഷിയും. പെൺപക്ഷി ഈ കാട്ടാളന്റെ വലയിൽപ്പെട്ടു. അവളെ മോചിപ്പിക്കാൻ സാധിക്കാതെ ഈ ആൺകുഞ്ഞും ആൺപക്ഷിയും അതിലേക്ക് എടുത്ത് ചാടി. അങ്ങനെ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് കരയാനുള്ളതല്ല ജീവിതം, ജീവിതത്തെ മനസ്സിലാക്കാനുള്ളതാണ് എന്നൊക്കെ ഗംഭീരമായിട്ടുള്ള ധർമ്മോപദേശം കൊടുക്കുന്നു. ഒരു സ്ഥലത്ത് ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ പ്രവർത്തിക്കുന്ന അതേ ഹിരണ്യകശിപു ഇത് ആസുരീയമായ സ്വഭാവമാണ്. ഇത്തരത്തിൽ നമ്മൾ പലയിടത്തും കാണാം. അവരവരുടെ കാര്യം വരുമ്പോൾ വലിയ ധർമ്മപ്രസംഗം നടത്തും. അത് കഴിഞ്ഞാൽ അതിന് നേരെ വിപരീതമായി ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. ഏതായാലും ഹിരണ്യകശിപു ആ പറഞ്ഞ വാക്കുകളിലൂടെ പുത്രശോകം ചിത്തവധാനയിൽ ആ പുത്രശോകം വിട്ടു ചിത്തം
പരബ്രഹ്മത്തിലേക്ക് പരമാർത്ഥത്തിലേക്ക് ഉറപ്പിക്കുകയും ചെയ്തു അവർ. ഹിരണ്യകശിപു ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. വിഷ്ണുവിന്റെ ശക്തി കുറയ്ക്കാനുള്ള വഴികളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരത് ഭംഗിയായിട്ട് നടത്തുന്നുമുണ്ട്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ ചെന്ന് സകലതും നശിപ്പിക്കുക, അടിച്ചു പൊളിക്കുക, മരങ്ങൾ വെട്ടിവീഴ്ത്തുക, അണക്കെട്ടുകൾ തകർക്കുക, ഇങ്ങനെ ദുഷ്പ്രവർത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിരണ്യകശിപു നേരെ മന്ദരപർവ്വതത്തിലേക്ക് പോവുകയാണ്. മന്ദരപർവ്വതത്തിന്റെ സാനുകളിൽ ചെന്ന് തപസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ആരെ തപസ് ചെയ്യണം? ബ്രഹ്മാവിനെ തപസ് ചെയ്യണം. അങ്ങനെ അവിടെ ചെന്ന് ആ മരണമില്ലാത്തവനായി തീരാൻ വേണ്ടിയിട്ട് ആർക്കും എന്നെ ജയിക്കാൻ സാധിക്കരുത്, ആർക്കും എന്നെ നിഗ്രഹിക്കാനും സാധിക്കരുത്, തനിക്ക് മരണമില്ലാതിരിക്കണം എന്ന് തീർച്ചപ്പെടുത്തി സദേവേ മന്ദരദ്രോണ്യം പരമദാരുണം ഊർധ്വബാഹും നഭോ ദൃഷ്ടി പാദാംകുഷ്ഠാശ്രിതാവനി. തള്ളവിരലിന്റെ ആ അടിവശം മാത്രം, കാല് തള്ളവിരൽ മാത്രം ഇങ്ങനെ കുത്തി ആകാശത്തിലേക്ക് നോക്കി, കണ്ണുകളിൽ ഉരുട്ടിമിഴിച്ച് സൂര്യബിംബത്തിലേക്ക് നോക്കി അതിഗംഭീരമായിട്ടുള്ള തപസ്. ആ തപസ് നിരവധി വർഷങ്ങൾ നീണ്ടുനിന്നു. അങ്ങനെ തപസ് ചെയ്യുന്ന ഹിരണ്യകശിപുവിന്റെ ആ ശരീരത്തിലെ മാംസഭാഗങ്ങൾ മുഴുവൻ ഉറുമ്പുകളും ചെതലും ഒക്കെ തിന്നു തീർന്നു. മുളകളും പുല്ലുകളൊക്കെ വളരാൻ തുടങ്ങിയവിടെ. ഹിരണ്യകശിപുവിന്റെ തപസ് നിർബാധം തുറന്നുകൊണ്ടിരിക്കുന്നു. ആ തപസ്സിന്റെ ശക്തിയിൽ 10 ദിക്കുകളും ജ്വലിച്ചു. ആ ചൂടിൽ, ആ താപത്തിൽ, തപസ്സിന്റെ താപത്തിൽ തപിക്കപ്പെട്ട ദേവന്മാര് ബ്രഹ്മാന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ തപസ്സിൽ നിന്ന് പിന്മാറാൻ വേണ്ട വഴി ചെയ്യണം, അല്ലെങ്കിൽ എന്തുണ്ടാവും, ആ തപസ് ചെയ്യുന്ന ആള് അങ്ങയുടെ സ്ഥാനത്തിന് വരെ അർഹനായിട്ട് തീരും, വേണ്ടത് വേഗം ചെയ്തോളൂ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് ഹംസവാഹനായി അവിടുന്ന് ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴോ പുല്ല്, പുറ്റ്, മുളക് ഇതുകൊണ്ടൊക്കെ ഹിരണ്യകശിപുവിനെ മൂടിയേക്കാണ്. ആ ഒരു ശബ്ദം, ഒരു ഓങ്കാരനാദം തപസ്സിന്റെ, അത് മാത്രമേ ബ്രഹ്മാവിന് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ മനസ്സിലായി, ദേഹത്ത് ആ ജീവൻ എല്ലിൽ മാത്രം ചേർന്ന് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ പറയില്ല, എല്ലും തോലുമായിട്ടുള്ള ഒരു ശരീരം, മാംസഭാഗങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. തൻ്റെ കമണ്ഡൽ ജലം കൊണ്ട് ബ്രഹ്മാവ് ആ ഹിരണ്യകശിപുവിനെ തളിക്കുന്നു. പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു, വരദോഹമനു പ്രാപ്തോ പ്രിയതാമിപ്സിതോ വരാൻ. ഉണ്ണി എഴുന്നേൽക്കൂ, ഉണ്ണിക്ക് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അങ്ങനെ ആ സൃഷ്ടികർത്താവിന്റെ കമണ്ഡലുവിലെ ജലം അത് ദേഹത്ത് തട്ടിയതോടുകൂടി സർവാവയവ സമ്പന്നോ വജ്രസമ്പന്നനോ യുവ എന്നാണ്. എല്ലാ ശരീരഭാഗങ്ങളുടെ പൂർണ്ണതയോടുകൂടി, വജ്ര സമാനമായിരിക്കുന്ന ശരീരത്തോടുകൂടി ഹിരണ്യകശിപു കണ്ണുകളെ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട, താൻ തപസ്സിലൂടെ ആർജിക്കാൻ, ദർശിക്കാൻ മോഹിച്ച ആ കമനീയ വിഗ്രഹം, ആ ബ്രഹ്മവിഗ്രഹം മുമ്പിൽ നിൽക്കണ കണ്ടപ്പോ ഉദ്ധായ പ്രാഞ്ജലി പ്രഭ്വ ഈക്ഷമാണോ ദൃശാവിഭും ഹർഷാശ്രുളഗോഭേദോ ഗിരാ ഗദ്ഗദയാ ഗൃണാൽ. അങ്ങനെ കണ്ടപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഗദ്ഗദം വന്നു, രോമാഞ്ചം അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നിന്നു, തൊഴുതു, നമസ്കരിച്ചു. ഹിരണ്യകശിപുവിന്റെ സ്തുതിയുണ്ട്. നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോബുദ്ധിർവികാരേ വ്യക്തിമീയുഷേ ത്വമീശിഷേ ജഗതസ്തസ്ഥുഷശ്ച പ്രാണേന മുഖ്യേന പതിപ്രജാന ചിത്തസ്യ ചിത്തേ മന ഇന്ദ്രിയാണാം പതിർമഹാൻ ഭൂതഗുണാശേഷ ത്വം സപ്തതന്തും വിതനോതി തന്മാത്രയാ ചാതുഹോത്രക വിദ്യയാ ച ത്വമേക ആത്മാത്മപാവനാതിരനന്ദപാര കപിരന്തരാത്മാ. ഗംഭീരമായിട്ടുള്ള സ്തുതി. സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവിനെ ഉദ്ദേശിച്ചാണ് ഈ സ്തുതിയെങ്കിലും അജ്ഞാനാത് അഥവാ അജ്ഞാനാത്, അല്ലേ, അറിഞ്ഞോ അറിയാതെയോ ഭഗവാന്റെ നാമങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏതായാലും ഹിരണ്യകശിപുവിന് വരം കൊടുക്കാൻ തീരുമാനിച്ച ആ ബ്രഹ്മാവിനെ ഹിരണ്യകശിപു അതിഗംഭീരമായിട്ട് സ്തുതിച്ചു.
അത് കഴിഞ്ഞ് ആ സ്തുതി അവർ കഴിഞ്ഞതോടുകൂടി യഥാർത്ഥമായ സ്വഭാവം പുറത്തു കാണിച്ചു ഹിരണ്യകശിപു. എന്നിട്ട് എന്താ പറഞ്ഞത്? യദിദാസ്യസ്യഭിമതാൻ വരാൻ മേ വരദോത്തമാ ഭൂതേഭ്യഃ തദ്വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂത് മമ പ്രഭോ. എനിക്ക് അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഭൂതങ്ങളിൽ നിന്ന് എനിക്ക് മരണം ഉണ്ടാവരുത്. ബ്രഹ്മാവിന് സമാധാനമില്ല. കാരണം അത് ഇനി ഭഗവാൻ നോക്കിക്കോളും. ഈ വിഡ്ഢിയായ ഹിരണ്യകശിപു വിചാരിച്ചേക്കുന്നത് എല്ലാം ഞാൻ സൃഷ്ടിച്ചതാണെന്നാണ്. മറിച്ച് എന്താണ്? തന്നെ പോലും സൃഷ്ടിച്ച ആ ബ്രഹ്മേശനായിരിക്കുന്ന ഭഗവാനുണ്ട്, അപ്പോ വരം കൊടുക്കാം എന്ന് തീർച്ചപ്പെടുത്തി. പിന്നെ അതൊന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹിരണ്യകശിപു അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല, മരണം സംഭവിക്കരുത് എന്ന് പറഞ്ഞ ആൾക്ക് പിന്നെ അകത്ത് പാടില്ല പുറത്തു പാടില്ല എന്നൊക്കെ പറയണോ? ഏതായാലും ഭഗവാന്റെ ഒരു പുതുവേഷക്കെട്ടിന് വഴിയൊരുക്കി ഹിരണ്യകശിപുവിന്റെ വാക്കുകൾ. അകത്ത് പാടില്ല, പുറത്തു പാടില്ല, ആകാശത്ത് പാടില്ല, ഭൂമിയിൽ പാടില്ല, മനുഷ്യൻ പാടില്ല, മൃഗം പാടില്ല, ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാത്ത കൊണ്ട് പാടില്ല, ജീവനുള്ള വസ്തു കൊണ്ട് പാടില്ല, ജീവനില്ലാത്ത വസ്തു പാടില്ല. കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു ബ്രഹ്മാവ്, കുറച്ച് ബുദ്ധിമുട്ടാണ് നീ ചോദിച്ച ഈ വരങ്ങളൊക്കെ, എങ്കിലും ഞാൻ തരാം എന്ന് പറയുന്നു. അതിദുർലഭമാണെങ്കിലും ഞാൻ ആ ദുർലഭ വരങ്ങളെ നിന്റെ സൗഭാഗ്യമായിട്ട് ഞാൻ തരും. ബ്രഹ്മാവ് അവിടുന്ന് ഹംസവാഹനനായി അപ്രത്യക്ഷനായി. ഇങ്ങനെ വരം നേടിയ ദൈത്യൻ വരം ലബ്ധ്വാ തൃപ്തഃ എന്ന് പട്ടേരി പാടുന്ന നാരായണീയത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വരം ലബ്ധ്വാ തൃപ്തഃ, അതാണ് വേണ്ടത്. ഒരക്ഷരത്തിന്റെ മാറ്റേ ഉള്ളൂ. താ ദാ, അത്രയുള്ളൂ. തൃപ്തനായി കഴിഞ്ഞാൽ ആ കിട്ടിയത് കൊണ്ട് സന്തോഷിച്ച് ഭഗവത് ഭജനത്തോടുകൂടി ജീവിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ മറ്റൊരു വേഷം കെട്ടാനല്ലേ ഭഗവാൻ പറഞ്ഞു വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ആ ഹിരണ്യകശിപു തൃപ്തനായി എന്ന് തന്നെയല്ല, ദേവാസുര മനുഷ്യേന്ദ്രാൻ ഗന്ധർവ ഗരുഡോരകാൻ സിദ്ധചാരണ വിദ്യാധര ഋഷീം പിതൃപതിം മനുൻ യക്ഷരക്ഷ പിശാചേശാൻ പ്രേതഭൂതപതീനഥ സർവസത്വപതീം ചിത്വാ വശമാനീയ വിശ്വജിൽ ജഹാന ലോകപാലാനാം സ്ഥാനാനി സഹദേവ. സകലതിനെയും മനുഷ്യര്, ദേവന്മാര്, അസുരന്മാര്, ഗന്ധർവന്മാര്, ഗരുഡന്മാര്, ഋഷികള്, പിതൃക്കള്, മനുക്കള്, യക്ഷന്മാര്, ചാരണന്മാര് എന്ന് വേണ്ട സകലതും ഹിരണ്യകശിപുവിന്റെ കാൽക്കീഴിലായി. തന്നെയുമല്ല, അഷ്ടദിക്പാലകന്മാരുടെ ആ കഴിവുകൾ മുഴുവൻ ഹിരണ്യകശിപു ഏറ്റെടുത്തു. ദേവോദ്യാനം, ആ സ്വർഗലോകത്ത് അധിവസിക്കാൻ തുടങ്ങി. അവിടെ ദേവേന്ദ്രന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. സാക്ഷാൽ ഇന്ദ്രഭവനത്തിൽ വൈകുണ്ഠത്തിലേക്കും ആ ഹിരണ്യകശിപു പോയി എന്നാണ്. ഭഗവാൻ എന്ത് ചെയ്തു? സർവോപായതീശ്വരനാണ്, എല്ലാ ഉപായം എന്ന് പറയുന്ന ഭഗവാൻ ഹിരണ്യകശിപുവിന്റെ നാസാദ്വാരത്തിലൂടെ അകത്ത് കയറി ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിൽ പോയി. ഇയാളെ പുറത്തേക്ക് മാത്രമേ നോക്കുള്ളൂ, നല്ലപോലെ അറിയാം ഭഗവാന്. അപ്പോ ആ ഹൃദയത്തിലിരുന്നാൽ പുറത്തിരിക്കുന്ന പ്രഹ്ലാദന് വേണ്ട പോലെ കാണാൻ സാധിക്കും. അച്ഛന്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആ പൊന്നുഗുരുവായൂരപ്പൻ മിന്നിത്തിളങ്ങുന്നത് കണ്ടുകൊണ്ടാണ് പ്രഹ്ലാദൻ തന്റെ ബാല്യം മുന്നോട്ട് കൊണ്ടുവന്നത്. നാരദ മഹർഷി ധർമ്മപുത്രരോട് പറഞ്ഞു, എല്ലാത്തിനെയും തന്റെ കാൽക്കീഴിലാക്കി ആ ഹിരണ്യകശിപു വിശ്വാവസു തുമ്പുരു അസ്മദാമയ. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാൻ ഒന്ന് ചിരിച്ചു. എല്ലാം അറിയുന്ന ഭഗവാൻ. നാരദൻ പറയാ, വിശ്വാവസു തുമ്പുരു ഞാൻ ഒക്കെ അവിടെ ചെന്ന് പാട്ടുപാടി ഈ ഹിരണ്യകശിപുവിനെ. അങ്ങനെ ഉണ്ടായെന്നാ പറയുന്നത്. അങ്ങനെ സകലതും തന്റെ കാൽക്കീഴിലാക്കിയ ആ ഹിരണ്യകശിപു എല്ലാം ലഭിച്ചിട്ടും അജിതേന്ദ്രിയ, തൃപ്തിയായില്ല അദ്ദേഹത്തിന്. അതാണ് പ്രഹ്ലാദനും ഹിരണ്യകശിപുവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ അജിതേന്ദ്രിയനാണ്, ഒരാൾ ജിതേന്ദ്രിയനാണ്. ഒരാൾ ആത്മാരാമനാണ്, മറ്റൊരാള് ദേഹത്തിൽ കുടുംബാരാമനാണ്. ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. പക്ഷേ അത് വലിയ വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും. ഏതായാലും ഹിരണ്യകശിപു എല്ലാം തന്റെ ആ കാൽക്കീഴിലാക്കിയപ്പോ ദേവന്മാർ പോയി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. ഭഗവാന്റെ വാക്കുകൾ അവരുടെ ഉള്ളിൽ ആഹ്ലാദത്തിന്റെ, ആശ്വാസത്തിന്റെ കുളിർമഴയായിട്ട് അവിടെ പെയ്തു. ഭഗവാൻ പറഞ്ഞു, യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ വൈച വിദ്വേഷ സവ ആശു വിനശ്യസു. പറയുകയാണ്, ദേവന്മാര്, വേദങ്ങള്, പശുക്കള്, ബ്രാഹ്മണര്, സജ്ജനങ്ങള്, ഈ ധർമ്മം ഇതിനെയൊക്കെ ദ്വേഷിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നാശം ഉണ്ടാവും. പിന്നെ
നിങ്ങളെ രക്ഷിക്കാനല്ല ഞാൻ വരാൻ പോണത്, പിന്നെയോ എൻ്റെ പ്രിയപ്പെട്ട ഭക്തൻ നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ ദാരുഹ്യേ ഹരിഷ്യേ വരോചിതം. എന്ത് വരം നേടിയ ആളും ആയിക്കൊള്ളട്ടെ, ആ പ്രഹ്ലാദന് നേരെ എന്ന് കൈ ഉയരുന്നുവോ, എന്ന പ്രഹ്ലാദനെ ദ്രോഹിക്കുന്നുവോ, അവനെ ഞാൻ അന്നില്ലാതെയാക്കും. എന്തൊക്കെ വരം വേണമെങ്കിലും നേടിക്കൊള്ളട്ടെ. അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏതായാലും ദേവന്മാരുടെ സമാധാനത്തോടു കൂടി അവിടുന്ന് യാത്രയായിരുന്നു. പ്രഹ്ലാദനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നാരദ മഹർഷിയുടെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി, രോമാഞ്ചം അനുഭവപ്പെട്ടു. തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് പ്രഹ്ലാദൻ. അപ്പോ പ്രഹ്ലാദനെ കുറിച്ച് ധർമ്മപുത്രർ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഹിരണ്യകശിപുവിന്റെ വീരചരിതങ്ങൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ആ പ്രഹ്ലാദന്റെ ഭക്തി ചരിത്രത്തെ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നാരദ മഹർഷി പറഞ്ഞു, ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ. ആ ഉണ്ണിയെ കുറിച്ച് പ്രത്യേകം ആയിട്ട് പറഞ്ഞു. ആ ഉണ്ണി സത്യസന്ധനാണ്, ദീനന്മാരിലും അതേപോലെ തന്നെ മാതാപിതാക്കളിലും വാത്സല്യമുള്ള ആളാണ്, തുല്യന്മാർക്ക് സഹോദരനെ പോലെയാണ്, ഗുരുക്കന്മാരിൽ പരമഭക്തിയുള്ള ആളാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്, സത്യസന്ധനാണ്, എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ആ ഉണ്ണി. ആ ഉണ്ണിക്ക് ഇങ്ങനെ വന്നത് വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി. ഈ ഉണ്ണിക്ക് ഭഗവാനിൽ, ആ വാസുദേവനിൽ സ്വാഭാവികമായിട്ടുള്ള നൈസർഗികമായ രതിയുണ്ടായി, പ്രേമമുണ്ടായി എന്നാണ്. ആ കുട്ടി ബാല്യം മുതൽക്ക് തന്നെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ ലയിച്ചതുകൊണ്ട് കളിയും ചിരിയും ഒക്കെ മറന്നുപോയി. സാധാരണ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളൊന്നുമില്ല, ഭഗവാന്റെ വിഗ്രഹത്തിന് മുമ്പിൽ കണ്ണടച്ചിരുന്ന് കളിക്കുക, അതാണ്. അപ്പൊ ഭഗവാൻ ഉള്ളിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങും. ഗോവിന്ദപരിരംഭിത. ഭഗവാൻ എപ്പോഴും ആ ഉണ്ണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടേയിരുന്നു. ഭഗവാനാൽ ആലിംഗിതനായതിനാൽ ഈ പ്രപഞ്ചത്തിലെ വ്യാപാരങ്ങളൊന്നും ആ ഉണ്ണിയെ ബാധിച്ചതയില്ല. അപ്പൊ നോക്കുമ്പോ ക്വചിദ്രുതതി വൈകുണ്ഠ ചിന്താശഫളചേതന ക്വചിദ്ധസതി തച്ചിന്താഹ്ലാദ ഉദ്ഗായതി ക്വചിൽ ഉദ്ഗായതി ക്വചിൽ ഹരേ നാരായണ ഹരേ വാസുദേവ ഹരേ എന്നുള്ള വിളി അവിടെ മുഴുവൻ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അതിങ്ങനെ ജപിക്കുമ്പോ ആ കണ്ണുകളിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകും. ചിലപ്പോ ആനന്ദ നൃത്തം ചെയ്യും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദം പരമാനന്ദം ഹരി ഗോവിന്ദം പരമാനന്ദം. ആ ഒരു ആനന്ദ അനുഭൂതിയിൽ എല്ലാം മറന്ന് നൃത്തം വെക്കുന്ന വിലച്ചോ നൃത്യതയ്ക്ക് നാണം വിട്ട് അവിടെ നൃത്തം വെക്കുന്നത് കാണാം. ചിലപ്പോഴോ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ഹൃദയത്തിൽ ചേർത്ത് വെച്ച് അസ്പന്ദ പ്രണയാനന്ദ സലിലാമീലിതേക്ഷണം ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകൾ അടച്ചിട്ടിരിക്കും. ചിലപ്പോൾ ഭഗവാന്റെ ലീലകൾ അതേപോലെ അഭിനയിച്ചു കാണിക്കും, അനുകരിക്കും. അങ്ങനെയുള്ള ആ മഹാഭാഗവതനിൽ ഹിരണ്യകശിപു ചില ദ്രോഹങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്നാണ്. ഇത് കേട്ടപ്പോ ധർമ്മപുത്രക്ക് അത്ഭുതമായി. ഇതെന്താ ഇങ്ങനെ? പുത്രനിൽ വാത്സല്യമുള്ള അച്ഛന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യോ? ചിലപ്പോ ചീത്ത പറഞ്ഞു എന്ന് വരാം, കൊല്ലാൻ പുറപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തന്നെ എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം ഉണ്ടായിരുന്നാണ് ശുക്രാചാര്യന്റെ മക്കളായിരിക്കുന്ന ഷണ്ടാമർക്കന്മാര് അവരാണ് പ്രഹ്ലാദനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അസുരന്മാരുടെ സിലബസിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേതും അവസാനത്തേതും അവിടെ പഠിപ്പിക്കലില്ല. അർത്ഥം കാമം, അർത്ഥം കാമം, അർത്ഥം കാമം. എന്നാൽ ഈ ഉണ്ണിക്ക് ഇത് രണ്ടും താല്പര്യമില്ല. ധർമ്മത്തിലൂടെ മോക്ഷോപായം നേടൽ എങ്ങനെയാണ് എന്നാണ് ഉണ്ണി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഗുരുനാഥന്മാർ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരിക്കൽ പ്രഹ്ലാദനെ അടുത്തേക്ക് വിളിച്ചു. ഹിരണ്യകശിപു മടിയിലിരുത്തി. എന്നിട്ട് ചോദിച്ചു,
പപ്രച്ഛകഥ്യതാം വത്സ മന്യതേ സാധു യദ്ഭവാൻ. ശരി എന്ന് തോന്നുന്നത് എന്താണ് ഉണ്ണി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ അവരവർക്ക് സർവനാശത്തിന് കാരണമായ അന്ധകൂപം പോലെ മോഹാന്ധകാലത്തിൽ വ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഗൃഹം വിട്ട് വനംഗതോ, വനത്തിൽ പോകണം, തപസ് ചെയ്യണം. ഹിരണ്യകശിപുവിന് ഇഷ്ടമായി. ഉണ്ണിക്ക് എന്റെ പോലെ വനത്തിൽ പോയി തപസ് ചെയ്യണമെന്നൊക്കെയാണ് ഉണ്ണി വിചാരിക്കുന്നത്. വനംഗതോ യദ്ഹരിമാശ്രയേവ, ആ ഹരിയെ ആശ്രയിക്കണം എന്ന് പറഞ്ഞപ്പോ ഹിരണ്യകശിപുവിന് തോന്നി, തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നത് പോലെ തന്റെ മുമ്പിലിരുന്ന് ആ ഹരിയെ കുറിച്ച് കേമൊക്കെ പറയുന്നു. പക്ഷേ അപ്പൊ ഒന്ന് ചിരിച്ചു കഴിഞ്ഞു. കാരണം ചെറിയ കുട്ടിയാണ്. ആരെങ്കിലുമൊക്കെ വിഷ്ണുപക്ഷ പ്രതീക്ഷ ആ വിഷ്ണുപക്ഷക്കാർ ചിലപ്പോൾ വന്നിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഷഡാമകന്മാരെ എവിടെയാ? അവര് വന്ന് കൈകൂപ്പി നിന്നു. നിങ്ങൾ വേണം ഈ ഉണ്ണിയെ പഠിപ്പിക്കാൻ. വേഷന്മാര് വിഷ്ണുപക്ഷക്കാരൊക്കെ വരുന്നുണ്ട്. അവരാണ് ഉണ്ണിയെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് കേട്ടു കഴിഞ്ഞപ്പോ അവിടെ ആ ഷഡാമകന്മാര് ഉണ്ണിയെ കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, പ്രഹ്ലാദ, ഉണ്ണിക്ക് ഇത് എങ്ങനെയാ ഇങ്ങനൊരു കാര്യം തോന്നണത്? ഉണ്ണിക്ക് ഇങ്ങനെ സ്വയം തോന്നിയതാണോ അതോ മറ്റു വല്ലവരും പറഞ്ഞു തന്നതാണോ എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, സത്യത്തിൽ ഞാനെന്നും മറ്റൊരുവനെന്നും അന്യനെന്നുമുള്ള തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുന്നത്? അത് ഭഗവാന്റെ മായ കൊണ്ടാണ്. ആ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കണു. ആ ഭഗവാന് നമസ്കാരം എപ്പോഴാണോ ഭഗവാൻ നമുക്ക് അനുകൂലമായിട്ട് തീരണത്, അപ്പോഴേ നമുക്ക് ഈ മായാബന്ധത്തിൽ നിന്നും മോചനം നേടാനായിട്ട് സാധിക്കുള്ളൂ. സത്യത്തിൽ ഞാൻ കാന്തത്തിന്റെ അടുത്ത് ഇരുമ്പ് എങ്ങനെ എത്തുന്നു, അതേപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഭേദഭാവം വിട്ട് അഭേദഭാവം വന്നിരിക്കുന്നു. ഭഗവാന്റെ ആ ദിവ്യമായ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ദേഷ്യം വന്നു. അവര് പറഞ്ഞു, അത് ശരി, ആരാണ് ചോറിൽ കൊണ്ടുവരൂ, ഈ കുട്ടിക്ക് വേറെ ചില കാര്യങ്ങളിലൊക്കെയാണ് താല്പര്യം, വേണ്ടത് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിക്ക് വേറെ പലതും പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അതൊന്നും പഠിക്കാൻ ആ ഉണ്ണിക്ക് ലവലേശം താല്പര്യം ഉണ്ടായില്ല. കാലം പിന്നെയും കുറച്ചു കഴിഞ്ഞു. ഒരു ദിവസം പ്രഹ്ലാദന്റെ അമ്മ ഹിരണ്യകശിപുവിന്റെ പത്നി കയാധുദേവി ഉണ്ണിയെ നല്ല പോലെ മനോഹരമായിരിക്കുന്ന ആ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് കുളിപ്പിച്ച് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ച് തോളറ്റം വരെ നീണ്ടുകിടക്കുന്ന ചുരുണ്ട ആ കക്ഷഭാരം, ആ കൂന്തൽ, അത് നല്ല പോലെ ചീകി മിനുക്കി നല്ല ഗോപിയൊക്കെ തൊട്ട് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് മാലയൊക്കെ ധരിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞു. 5 വയസ്സുള്ള ഉണ്ണി തൊഴിലുകളുമായിട്ട് മെല്ലെ മെല്ലെ ആ പിഞ്ചു കാലുകളിൽ ഇങ്ങനെ ഓരോ അടി വെച്ച് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛൻ ഉണ്ണിയെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. വേഗം ഉണ്ണിയെ വാരിയെടുത്തു, തന്റെ മടിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. കാക്കിൽ വീട് നമസ്കരിച്ചു കിടക്കുകയാണ് പ്രഹ്ലാദൻ. വാരിയെടുത്തു, ആ മൂർധാവിൽ ഉമ്മ വെച്ചു. ധർമ്മപുത്രനെ ആ ഉണ്ണിയെ അങ്ങനെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം ഇടാതിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, പ്രഹ്ലാദ, ഉച്യതാം താത സ്വധീതം കിഞ്ചിത് ഉത്തമം കാലേന ഇതാവതായുഷ്മൻ യദശിക്ഷൻ ഗുരോർഭവ. എന്താ പറഞ്ഞത്? പറഞ്ഞു, ഇവിടെ പ്രഹ്ലാദനോട് പറയാണ്, നീ ആയുഷ്മാനായിട്ടിരിക്കട്ടെ. ആദ്യം അനുഗ്രഹിച്ചു. ഇത്രയും കാലം കൊണ്ട് നീ ഗുരുവിൽ നിന്ന് എന്ത് പഠിച്ചു? ഭഗവാന്റെ കാരുണ്യം നോക്കൂ. നീ ഗുരുനാഥന്മാരിൽ നിന്ന് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ പറഞ്ഞ ഇതിൽ നിന്ന് നീ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഗുരുവിൽ നിന്ന് നീ പഠിച്ചതിൽ ഏറ്റവും ഉത്തമമായത് എന്താണ് എന്ന് പറയൂ, ഏറ്റവും നല്ലത് എന്താണെന്ന് പറയുന്നു. അപ്പൊ പ്രഹ്ലാദന്റെ മനസ്സിൽ മിന്നിത്തിളങ്ങുന്ന ഗുരു ആരാ? ആ ഗുരുവാണ് ധർമ്മപുത്രർക്ക് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭഗവത് ഭക്തനായ ദേവർഷിയായ നാരദൻ. അപ്പോ ആ പ്രഹ്ലാദൻ പറയുകയാണ്, ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേർണവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധാ
തന്മന്യേധീതം ഉത്തമം. ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അച്ഛാ ഭഗവാന്റെ പാട്ടുകൾ പാടുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക, പാദസേവ ചെയ്യുക, അർച്ചനം, മന്ദിരം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതൊക്കെ കേൾക്കാനുള്ള കാത്, ആ ശ്രവണത്തിനുള്ള കാത് ഹിരണ്യകശിപുവിനുണ്ടായില്ല. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. തന്റെ ആ മടിയിലിരുന്ന ആ ഉണ്ണിയെ എന്ത് ചെയ്യണമെന്നറിയാതെ ഹിരണ്യകശിപുവിന് ദേഷ്യം. ഗുരുപുത്രം ഉവാചേതം ദൃഷാ പ്രസ്ഫുരിതാധര. ആ ചുണ്ടുകളെ കടിച്ചു പിടിച്ചിട്ട് ഗുരുനാഥന്മാരോട് പറഞ്ഞു, നിങ്ങള് ശത്രുപക്ഷത്ത് നിന്നുകൊണ്ട് എന്റെ മകനെ ഇതൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നതല്ലേ, കപടവേഷം കെട്ടി നടക്കുന്ന നിങ്ങളുടെ കഴുത്തിൽ തല കാണില്ല എന്നൊക്കെ പേടിപ്പിച്ചപ്പോ അവര് കിടുകിട വരയ്ക്കാൻ തുടങ്ങി. ആലിലെ പോലെ അവര് പറഞ്ഞു, നമൻ പ്രണീതം നപരപ്രണീതം. ഇത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, വേറെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുത്തതല്ല, വിഷ്ണുപക്ഷക്കാരും അത് പഠിപ്പിച്ചൊന്നുമല്ല. ഈ ഉണ്ണിക്ക് നൈസർഗികമായ ഭഗവത് ഭക്തിയുണ്ട്. അതാണ് കാരണം. ഹേ ഇന്ദ്രശത്രുത, ഇന്ദ്രനെ പോലും വിറപ്പിച്ച അങ്ങ് എന്തിനാ ഈ ഉണ്ണിയുടെ കാര്യത്തിൽ പേടിക്കുന്നത് എന്നൊക്കെയാണ്. ഇവിടെ ആ ഹിരണ്യകശിപു ചോദിച്ചു, നിനക്ക് ഈ ഗുരുനാഥന്മാരെ പഠിപ്പിച്ചു തന്നതല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടിയത്? ഗംഭീരമായിട്ടുള്ള ആത്മതത്വ വിശകലനമാണ് അവിടെ ആ പ്രഹ്ലാദൻ അച്ഛൻ്റെ അടുത്ത് നടത്തിയത്. ഇന്ദ്രിയങ്ങളാൽ സംസാരത്തിൽ ആ രമിക്കുന്ന, ഭ്രമിക്കുന്ന, അനുഭവിക്കുന്ന, പിന്നെയും അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ഭഗവാനെ തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ എന്ത് വേണം? ഇന്ദ്രിയങ്ങളിൽ വിരക്തി ഉണ്ടാവണം. ആനന്ദമെന്ന് ധരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ അവർ യഥാർത്ഥ ആനന്ദത്തിന്റെ പിന്നാലെയല്ല. അവർ ഒരു കുരുടൻ മറ്റുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ തെറ്റായ വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേദവാക്യം കൊണ്ട് അല്പം ഒരു ജ്ഞാനമുണ്ടായാലും അത് ഭഗവാനെ സ്പർശിക്കില്ല. സംസാര വൃത്തി ഭഗവാനിലേക്ക് മനസ്സു തിരിഞ്ഞ് ഉദാത്തമായ ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അച്ഛാ ഇതിങ്ങനെ കേട്ടില്ലേ? ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. തന്റെ മടിയിൽ നിന്ന് മകനെ ദൂരേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. ഉണ്ണിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഗോവിന്ദ പരിരംഭിത. ഉണ്ണിയെ എന്നും കാക്കാനായിട്ട് ഭഗവാനുണ്ട്. അതുകൊണ്ട് ആ ഉണ്ണിക്ക് ഒന്നും പറ്റിയില്ല, തന്നെയുമല്ല. എന്നിട്ട് പറഞ്ഞു, ഇവൻ 5 വയസ്സുള്ളപ്പോ തന്നെ ഞങ്ങളെ ഇത്തരത്തിലാണ് കാണുന്നത്. ഇവന്റെ സ്നേഹം കണ്ടില്ലേ? ഇവനെ കൊണ്ട് വിഷ്ണുവിന് പോലും ഒരു ഗുണം ഉണ്ടാവും തോന്നുന്നില്ല. ശത്രുവാണെങ്കിലും ഔഷധം പോലെ നമുക്ക് ഹിതകരമാണെങ്കിൽ അത് പുത്രനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. പുത്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ ശത്രുവിനേക്കാൾ ദോഷമായിട്ട് വിഷത്തിനെ പോലെ നമുക്ക് ദോഷത്തെ വരുത്തുന്നുവെങ്കിൽ അവനെ ഇല്ലാതെയാക്കുകയാണ് വേണ്ടത്. ശരീരത്തിലെ ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആ അംഗം മുറിച്ചു കളഞ്ഞായാലും ശരി, ബാക്കിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. പറഞ്ഞുകൊണ്ട് കാരണം ഇവനെ നിഗ്രഹിക്കണം, എന്റെ മകനാണ് എന്ന യാതൊരു പരിഗണനയും ഇവനെ കൊടുക്കേണ്ടതില്ല. ഹിരണ്യകശിപുവിന്റെ വാക്കുകൾ കേൾക്കൂ. ഇവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ കൊല്ലണം എന്ന് പറയാണ്. ദിഗ്ഗജേന്ദ്രശൂകേഷ്ടാഭിചാരാവപാദനേ മായാവി സന്നിരോധേഷ്ഠ ഗരജാനൈരഭോജനേ ഹിമവായുഗ്നിസലിലൈ പർവ്വതാക്രമണൈരവി ദശശാഖേദാഹന്തുമപാമസുരസുതം ചിന്താം ദീർഘതമാം പ്രാപ്തസ്തൽകർത്തും നാഭ്യഭദ്യത. എന്തൊക്കെ രീതിയിലാണ് നീ കൊല്ലാൻ നോക്കിയത്? ദിഗ്ഗജങ്ങളെ കൊണ്ട് ചവിട്ടിക്കാൻ നോക്കുന്നു. ആനകൾ വരുന്ന സമയത്തോ അവിടെ പ്രഹ്ലാദനെ കാണുമ്പോ സാക്ഷാൽ സിംഹരാജൻ മൃഗേന്ദ്രനായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ആഹരീഗർജനം കേൾക്കുന്ന മാത്രയിൽ ഘോരപാപങ്ങളാം വൻഗജങ്ങൾ ദൂരത്തിലോടി മറയുന്നു തൽക്ഷണം ഭാരിച്ച ഭീതിരാതുരായി. അവര് പേടിച്ചോടി. പിന്നെ വലിയ വിഷപ്പാമ്പുകൾ വന്നു. അപ്പൊ ഗരുഡത്തെ പോലെ പ്രഹ്ലാദൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് തട്ടിയിട്ടു. ഭഗവാന്റെ കൈകളിൽ വന്നു വീണു പ്രഹ്ലാദൻ. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കി. മഞ്ഞിന്റെ ഉള്ളിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഉണ്ണിക്ക് യാതൊന്നും സംഭവിച്ചില്ല. അവസാനം കയാധൂദേവിയെ വിളിച്ച് വിഷപാത്രം, ആ കാളകൂടെ വിഷം കയ്യിലങ്ങടെ ഏൽപ്പിച്ചു. കൊടുക്ക നിന്റെ മകന്. ഒരമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കൂ? നിന്റെ വളർത്തു ദോഷമാണ് എന്നാണ് ഹിരണ്യകശിപു പറയുന്നത്. ഏതായാലും പാവം കയാധൂദേവി വിറയ്ക്കുന്ന കൈകളോടെ, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ
ആ വിഷപാത്രങ്ങളെ കയ്യിൽ പിടിച്ചു നിന്ന് ഭഗവാൻ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചപ്പോഴേക്കും പ്രഹ്ലാദനെ നടന്നു വന്നു. അമ്മേ ഇങ്ങോട്ട് നടന്നോളൂ ഉണ്ണി എന്നിങ്ങനെ വിളിച്ചു നിൽക്കുമ്പോഴേക്കും ആ അമ്മയുടെ കണ്ണുകളിൽ ഉതിർന്നു വീണ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ 2 തുള്ളികൾ അതിനെ അമൃതസമമാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം. പ്രഹ്ലാദൻ പറഞ്ഞു, പേടിക്കേണ്ട, എനിക്ക് ഭഗവാൻ രക്ഷയുണ്ടമ്മേ എന്ന് പറഞ്ഞ് ആ കാളകൂട വിഷത്തെ അമൃതയിലാക്കി. മഹാദേവൻ പാലാഴിവധ സമയത്ത് കാളകൂട കഴിച്ചപ്പോ അവിടുത്തെ ആ കണ്ഠം നീലനിറമായി, നീലകണ്ഠനായി. പ്രഹ്ലാദൻ അതുപോലും ഉണ്ടായില്ല. ഗോവിന്ദ പരിരംഭിക, ഒരു കുഴപ്പമുണ്ടായില്ല. ഹിരണ്യകശിപു ആലോചിച്ചു, ഇവനെ കൊണ്ട് തന്നെ തനിക്ക് മരണം സംഭവിക്കുമോ എന്നാണ് ആലോചിച്ചത്. കാരണം ഇവനെ കൊല്ലാനായിട്ട് ആരെ കൊണ്ടും സാധിക്കണില്ല. ചണ്ഡാമകന്മാർ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, ഞങ്ങൾ ഇവനെ വരുണപാശത്തിൽ ബന്ധിച്ച് ആ ഗുരുകുലത്തിൽ ഞങ്ങളുടെ അവിടെ താമസിപ്പിച്ചോളാം, ഞങ്ങൾ വേണ്ട പോലെ പഠിപ്പിച്ചോളാം. തന്നെയുമല്ല, ഞങ്ങളുടെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളെയൊക്കെ നേരെയാക്കാൻ അച്ഛന് പ്രത്യേകമായിട്ടുള്ളൊരു മിടുക്കുണ്ട്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ വേണ്ട പോലെ ആയിക്കോളും. ഇങ്ങനെ കുട്ടികളുടെ ബുദ്ധി കാലം കൊണ്ടും അതേപോലെ സജ്ജന സേവ കൊണ്ടും ഒക്കെ നേരെയാവും. അപ്പൊ അച്ഛൻ വന്നു കഴിഞ്ഞാൽ വേണ്ട പോലെ ആക്കി തരാം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ അവിടുന്ന് കൊണ്ടുപോവാണ്. ഹിരണ്യകശിപു പറഞ്ഞു, എനിക്ക് ആണുണ്ടായില്ലേ, നിങ്ങൾ കൊല്ല് വളർത്ത് എന്താച്ചാ ചെയ്തോളൂ. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി വരുണപാശത്തിൽ ബന്ധിച്ചു. പ്രഹ്ലാദനെ അവിടെ നിർത്തിയിട്ടു. പ്രഹ്ലാദൻ എന്നൊരിക്കൽ ഗുരുനാഥന്മാർ പുറത്തുപോയി. ഈ സമയത്ത് അസുര കുട്ടികളൊക്കെ ഓടി വന്നു. പ്രഹ്ലാദ, എന്തിനാ പ്രഹ്ലാദ ഇങ്ങനെയൊക്കെ ചെയ്യണത്? അച്ഛൻ പറയുന്നത് കേട്ടാ പോരെ, അച്ഛൻ നമ്മുടെ ചക്രവർത്തിയല്ലേ, നമ്മുടെ രാജാവല്ലേ. ഇതൊക്കെ കേട്ടപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, അത് പറ്റില്ല, ഇപ്പൊ തന്നെ ഭഗവാനെ ആശ്രയിക്കണം. അല്ല, പ്രഹ്ലാദൻ ഞങ്ങളുടെയൊക്കെ രാജാവായി മാറുന്ന സമയത്ത് പ്രഹ്ലാദൻ സ്വയം തീരുമാനമെടുക്കാലോ, അപ്പൊ ഭഗവാനെ ആശ്രയിച്ചാ പോരെ. പ്രഹ്ലാദൻ പറഞ്ഞു, പോരാ, കൗമാര ആചരേൻ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മം തദഭ്യധ്രുവമർദ്ധദം യഥാ ഹി പുരുഷസ്യേഹ വിഷ്ണോപാദോപസർപ്പണം യദേഷ സർവഭൂതാനാം പ്രിയ ആത്മേശ്വരസ്തുഹൃ. ഭാഗവത ധർമ്മങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ചെയ്യണം. കാരണം മനുഷ്യജന്മം ദുർലഭമാണ്, അസ്ഥിരമാണ്. ആ വിഷ്ണുവിന്റെ പാദങ്ങളെ ശരണം പ്രാപിക്കുകയാണ് മനുഷ്യജന്മത്തിൽ പരമമായ ധർമ്മം. അദ്ദേഹം എല്ലാവരുടെയും ആത്മാവും ഈശ്വരനും സുഹൃത്തുമാണ് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നമുക്ക് എപ്പോഴാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്? ദേഹബന്ധം കൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്. അപ്പോ ഇന്ദ്രിയജന്യമായ സുഖം അവസാനം നമുക്ക് ദുഃഖത്തിന് കാരണമായിട്ട് തീർന്നു. അതുകൊണ്ട് ആയുർനാശം ഫലമായിട്ടുള്ള യത്നം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഭഗവാന്റെ ചരണകമലങ്ങളെ സേവിക്കുന്ന മഹാത്മാവിനെ പോലെ ഒരിക്കലും ഒരു കാമിക്ക് ക്ഷേമം ഉണ്ടാവില്ല. തഥാ വിദ്യതേ ക്ഷേമം മുകുന്ദ ചരണാംബുജം. മനുഷ്യന്റെ പരമാവധി ആയുസ് പ്രഹ്ലാദൻ പറയുന്നത് 100 കൊല്ലം. ആ 100 കൊല്ലം ആയുസിന്റെ പകുതി ഭാഗം ഉറക്കവുമൊക്കെ ആയിട്ട് രാത്രി അല്ലെ ഒന്നും അറിയുന്നില്ല, കിടന്ന് ഉറങ്ങിക്കഴിയുന്നു. 50 കൊല്ലം. അതിൽ തന്നെ ആ കൗമാരത്തിന്റെയും യൗവനത്തിന്റെയും കാലം, യൗവനത്തിന്റെ ആദ്യദശയിലും കൗമാരത്തിലൊക്കെ ഒന്നും അറിയാത്ത കാലം, വാർദ്ധക്യത്തിലും അതേ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടത്ര ശക്തിയില്ല. ഇങ്ങനെ ഒരിക്കലും തൃപ്തി വരാത്ത കാമം അനുഭവിച്ച് ദുഃഖങ്ങൾ നേടിയെടുക്കുന്നതിന് പകരം ആ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത്. എല്ലാം നശിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. അപ്പൊ കാമഭോഗാനുഭവത്തിൽ തൃപ്തി വരാതെ വീണ്ടും വീണ്ടും ലോഭം കൊണ്ട് ആഗ്രഹിക്കുന്ന പട്ടുനൂൽ പുഴുക്കളെ പോലെയാണ് ജീവികൾ. അവസാനം എന്തുണ്ടാവും? അവസാനം പട്ടുനൂലുണ്ടാക്കുന്ന ആള് അവരെ കൊന്ന് അവരെടുത്തു കൊണ്ടുപോകും. ഇതേപോലെ അതുകൊണ്ട് എന്ത് വേണം? ഭഗവാനെ ആശ്രയിക്കണം. കുടുംബാരാമന്മാരായിട്ട് ജീവിക്കാൻ പാടില്ല. അസുരബാലന്മാരോട് പ്രഹ്ലാദൻ പറയുന്നു, നഹ്യച്യുതം പ്രീണയനോ ബഹുവായാസോസുരാത്മജാ ആത്മന്വാൽ സർവഭൂതാനാം സിദ്ധത്വാദിഹ സർവപ്രാണികളുടെയും ആത്മാവായതുകൊണ്ടും സർവത്ര
സുലഭനായതുകൊണ്ടും ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാത്തത് കൊണ്ടും ഭഗവാനെ പ്രസാദിപ്പിക്കുകയാണ് വേണ്ടത്. അതിന് ഒരു ക്ലേശവുമില്ല എന്നാണ് പറയുന്നത്. എളുപ്പം സാധിക്കും. അതിനെന്ത് വേണം? എല്ലാവരിലും തസ്മാൽ സർവേഷു ഭൂതേഷു ദയാപുരുത സൗഹൃദം ആസുര ഭാവമുൻമുച്യ എളുപ്പമായിട്ടുള്ള വഴി എന്താന്ന് വെച്ചാൽ എല്ലാവരോടും ദയ കാണിക്കുക, ആസുരീയമായ ഭാവത്തെ ഉപേക്ഷിക്കുക. ഭഗവാൻ സന്തോഷമാകും. ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥങ്ങൾ, ആത്മവിദ്യ, കർമ്മവിദ്യ, തർക്കം, ദണ്ഡനീതി തുടങ്ങിയ ജീവിത മാർഗങ്ങൾ, ഇതൊക്കെ തന്നെ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യാനുള്ള വഴികളാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നും അവിടെ സൂചിപ്പിച്ചു. നരന്റെ കൂട്ടുകാരനായിരിക്കുന്ന ആ നാരായണൻ ഈ ജ്ഞാനം നാരദ മഹർഷിക്ക് ഉപദേശിച്ചു. ആ നാരദ മഹർഷി എനിക്ക് ഉപദേശിച്ചു. അത് എന്റെ ഭാഗ്യമാണ് എന്ന് പറയാണ്. പ്രഹ്ലാദ, നീയും ഞങ്ങളും ആ ശുക്രാചാര്യന്റെ മക്കളായിരിക്കുന്ന ഷണ്ടാമർക്കന്മാരുടെ അടുത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിനക്ക് മാത്രം എങ്ങനെയാ നാരദൻ ഇത് ഉപദേശിച്ചു തന്നത്? മഹാപുരുഷ സംഗമം അന്തഃപുരത്തിൽ കഴിയുന്ന കുട്ടികൾക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാ ഒരു കുട്ടി പറഞ്ഞത്. പ്രഹ്ലാദ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം ആ കഥ. എനിക്കും അറിയില്ല, എന്റെ അമ്മ പറഞ്ഞ വിവരം എനിക്കുള്ളൂ. അതെന്താ? കാരണം ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം. നിങ്ങൾക്കറിയാലോ, എന്റെ അച്ഛൻ ചന്ദ്രപർവ്വതത്തിൽ പോയി ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ കുറെ കാലം അങ്ങനെ കഴിഞ്ഞത്. ഈ കാലഘട്ടത്തിൽ അമ്മ ഗർഭിണിയായിരുന്നു. അപ്പോ അച്ഛനിവിടെ ഇല്ല എന്നറിഞ്ഞ് പാമ്പ് ഉറുമ്പുകളെ പിടിക്കുന്നത് പോലെ ദേവന്മാര് വന്ന അസുരന്മാരെ പിടികൂടി കൊന്നുകളഞ്ഞു. അമ്മയെ പിടികൂടി ദേവേന്ദ്രൻ. അമ്മയായ കയാധുദേവിയെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോ ഭാഗ്യവശാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നാരദ മഹർഷി കണ്ടു. നാരദ മഹർഷി പറഞ്ഞു, ദേവേന്ദ്ര, ഈ പ്രവൃത്തി ചെയ്യുന്നത് ശരിയല്ല. തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ പാടില്ല. മറ്റൊരാളുടെ പത്നിയായ പതിവ്രതയായ ഇവളെ ഇപ്പൊ ഇവിടെ ഉപേക്ഷിച്ചു പോകണം. ദേവേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഇവളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് വിരോധമില്ല, പക്ഷേ ഇവളുടെ ഗർഭത്തിൽ വളരുന്ന അതിദുഷ്ടനായ ആ ഹിരണ്യകശിപുവിന്റെ വീര്യം അതിനെ ഞാൻ നശിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഇവളെ ഞാൻ കിട്ടോളാം. നാരദൻ പറഞ്ഞു, ഇവളുടെ ആ ഉദരത്തിൽ ഒരു ദുഷ്ടനാണ് എന്ന് ആരാ ദേവേന്ദ്ര അങ്ങയോട് പറഞ്ഞത്? ഈ ഉണ്ണി, ഈ കയാധുവിന്റെ വയറ്റിൽ കിടക്കുന്ന ഉണ്ണി പരമഭാഗവതനാണ്. പരമഭാഗവതനാണ്, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവളെ യാതൊന്നും ചെയ്യാൻ പാടില്ല, ഇപ്പൊ തന്നെ ഉപേക്ഷിക്കണം എന്നാ പറഞ്ഞത്. ഏതായാലും ആ ദേവേന്ദ്രൻ അമ്മയെ നാരദ മഹർഷിയെ എത്തിച്ചു. നാരദ മഹർഷി അമ്മയെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വന്നു. അമ്മ ആവശ്യപ്പെട്ടത് എന്താ? അച്ഛൻ വരുന്നത് വരെ ഈ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ തന്നെ സംരക്ഷിക്കാനുള്ള അനുവാദം, അത് കഴിഞ്ഞിട്ട് പ്രസവം ഉണ്ടാവാൻ പാടുള്ളൂ. ഈ വരങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം അമ്മയോട് എന്നുള്ള പോലെ നാരദ മഹർഷി എനിക്ക് ഭാഗവത തത്വങ്ങളെ ഉപദേശിച്ചു. എന്നെയും അമ്മയെയും ഉദ്ദേശിച്ച് ഭക്തിലക്ഷണമായ ധർമ്മത്തിന്റെ തത്വത്തെയും വിശുദ്ധ ജ്ഞാനത്തെയും പറഞ്ഞു. കാലദൈർഘ്യം കൊണ്ട് അമ്മ അതൊക്കെ മറന്നുപോയി. എന്നാൽ ഭഗവാന്റെ സ്മരണ എന്നിൽ മരണമില്ലാതെ നിലനിൽക്കുന്നു. എനിക്ക് എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്കും ആ ജ്ഞാനം ഉണ്ടാവും. എനിക്ക് കിട്ടിയ ജ്ഞാനം അത് എന്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് നിങ്ങൾക്കും ഉണ്ടാവും. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ആ നമ്മള് ഖനികളിൽ നിന്നൊക്കെ സ്വർണം എടുക്കുക എങ്ങനെയാണ്? അരിച്ചെടുക്കുക ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ പറയുന്നു, ആ ഭഗവാനെ ക്ഷേത്രങ്ങളായ സർവശരീരങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ആ ആത്മതത്വത്തെ അരിച്ചെടുക്കാതാണ്. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്താണ്? അതാണ് ഹരിഭക്തി എന്നുള്ളത്. അപ്പൊ ഇവർക്ക് സംശയമായി, അങ്ങനെയാണെങ്കിൽ ഈ ഭഗവാൻ നമ്മുടെ അസുരന്മാരുടെ എതിർപക്ഷത്തുള്ള ആളല്ലേ എന്നാ ചോദിക്കണത്. അപ്പൊ പറഞ്ഞു, ഒരിക്കലും ഇല്ല. ഭഗവാനെ ആശ്രയിക്കുന്ന ആളുകളെ ഭഗവാൻ തീർച്ചയായും രക്ഷിക്കും. അതിന് എന്ത് വേണം? ഭഗവാനെ ആശ്രയിക്കണമെങ്കിൽ ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കണം. ആ ലീലകള്, ഭഗവാന്റെ ഗുണങ്ങള്, വീര്യങ്ങള്, അതൊക്കെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് എന്തുണ്ടാവുന്നറിയോ? നിശമ്യ കർമാണി ഗുണാന തുല്യാൻ വീര്യാണി ലീലാമനുഭികൃതാനി
യദാദിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. അതിങ്ങനെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ചിലപ്പോ കരയും, ചിലപ്പോ ആനന്ദ നൃത്തം ചെയ്യും. യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് സത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപ. ഇങ്ങനെ വരുന്ന സമയത്ത് ഹരേ ജഗത്പദേ നാരായണ എന്ന് ഉറക്കെ വിളിക്കാറാവും. നാണം വിട്ട് നാരായണനെ വിളിക്കാറാവും. ഇങ്ങനെ തന്മയീഭവിച്ച മനസ്സുകൊണ്ടുള്ള ആലിംഗനം തന്നെയാണ് സംസാര ദോഷങ്ങളെ ഇല്ലാതെയാക്കുന്നത്, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ സ്വന്തം ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ ഭഗവാനെ ആരാധിക്കാൻ ഒരു ക്ലേശവും ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊള്ളു. ഞാനിത് അച്ഛന് പറഞ്ഞു കൊടുത്തത് എന്തിനാണെന്നറിയോ? അച്ഛനൊന്ന് തീരുമാനിച്ചാൽ അച്ഛന്റെ പുരികക്കൊടിയുള്ള ഒരു ചെറുചലനത്തിൽ 14 ലോകങ്ങളും കിടുകിട വിറയ്ക്കുന്ന കാലാണ്. അപ്പൊ അച്ഛൻ പറയാണ്, ആ ഹരിപാദാംബുജങ്ങളെ ആശ്രയിക്കൂ എന്ന് അച്ഛനൊരു ആജ്ഞ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഭഗവത് ഭക്തന്മാരായിട്ട് തീരില്ലേ. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അച്ഛന് അത് മനസ്സിലായില്ല. അപ്പോ എന്റേതെന്നും ഞാനെന്നുള്ള തോന്നൽ വിട്ട് എല്ലാം ഭഗവാന്റേതെന്നുള്ള ഭാവത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് എന്നും ഭഗവാൻ എല്ലാവരെയും ഒരേപോലെ കാണും. സർവേഷാമപി ഭൂതാനാം ഹരിരാത്മേശ്വര പ്രിയ ഭൂതൈർ മഹദ്ഭിസ്വകൃതൈ കൃതാനാം ജീവസംഹിത. ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞു, ദേവനോ അസുരനോ മനുഷ്യനോ യക്ഷനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, ദേവോ അസുരോ മനുഷ്യോ വാ യക്ഷോ ഗന്ധർവയേവ ച സ്മരൻ മുകുന്ദചരണം സ്വസ്തിമാൻ സ്യാൽ യഥാവേ. എന്നെ പോലെ മംഗളസ്വരൂപനായിട്ട് മാറും ആരുമായിക്കൊള്ളട്ടെ എന്നാണ്. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ. അതുകൊണ്ട് അസുരപുത്രന്മാരെ നാലം നിജത്വം ദേവത്വം ഋഷിത്വം വാ അസുരാത്മജ പ്രീണനായ മുകുന്ദസ്യ നൃത്തം ന ബഹുജ്ഞത ന ദാനം ന തപോനീത്യ ന ശൗചം ന പ്രധാനിച്ച പ്രിയതേ അമലയാ ഭക്യ ഹരിരന്യ വിടംബനം. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുകയാണ് വേണ്ടത് എന്ന് വീണ്ടും 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 പറഞ്ഞു കൊടുക്കും. ദാനം കൊണ്ടോ തപസ് കൊണ്ടോ ശുദ്ധി കൊണ്ടോ വ്രതങ്ങളെ കൊണ്ടോ ഈ അമലമായ ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നത് പോലെ സന്തോഷിക്കില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം ഭഗവാന്റെ നാട്യം മാത്രമാണ് എന്നാണ് പറഞ്ഞത്. തതോ ഹരോ ഭഗവതി ഭക്തി കുരുത ദാനവ. ഭാഗവതം പ്രഹ്ലാദൻ അല്ലെങ്കിൽ നാരദൻ ശ്രീ ശിവബ്രഹ്മർഷി ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നു, തതോ ഹരോ ഭഗവതി ഭക്തി കുരുത ദാനവ. അതുകൊണ്ട് ആ ഭഗവാനിൽ ഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ദൈതേയ യക്ഷരക്ഷാംസി സ്ത്രീയശൂദ്രാവജൗകസ ഖഗാ മൃഗാ പാപജീവ സന്ധിഹ്യച്യുതതാമഗത ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃത ഏകാന്ത ഭക്തിർ ഗോവിന്ദേ യൽ സർവത്ര തദീക്ഷ. അതുകൊണ്ട് എന്ത് വേണം പറയുന്നു? അസുരന്മാര്, യക്ഷന്മാര്, രക്ഷസുകള്, സ്ത്രീകള്, ശൂദ്രന്മാര്, ഗോപന്മാര്, പക്ഷികൾ, മൃഗങ്ങൾ, എന്തിന് മഹാപാപികൾ പോലും ഭക്തി കൊണ്ട് ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭഗവാനായ ഗോവിന്ദനിൽ ഏകാന്തമായ ഭക്തി, സർവത്ര ഭഗവാനെ ദർശിച്ചു വന്ദിക്കുക, ഇതാണ് മഹത്തായ ജീവിത ലക്ഷ്യം എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രഹ്ലാദൻ ഈ തീരുമാനങ്ങളെടുത്ത് ഗുരുകുലത്തിൽ തന്റെ കൂട്ടുകാരെ ഇത്തരത്തിൽ ആ വേണ്ട രീതിയിൽ ഭഗവത് ഭക്തന്മാരാക്കി തീർക്കുന്ന ആ സമയത്ത് ഭഗവാൻ അവിടെ തീർച്ചപ്പെടുത്തി ഒരു പുതുവേഷം കെട്ടാം എന്നാണ്. പ്രഹ്ലാദൻ തന്നൂടെ മുന്നിലെത്താൻ പ്രച്ഛന്ന വേഷം നടിച്ചു കണ്ണൻ. ബ്രഹ്മാവിൻ വാക്കുകൾ സത്യമാക്കാൻ ബ്രഹ്മേശൻ പുത്തനാം വേഷം കെട്ടി. പ്രഹ്ലാദൻ തന്നൂടെ മുന്നിലെ
പ്രച്ഛന്ന വേഷം നടിച്ചു കണ്ണൻ ബ്രഹ്മാവിൻ വാക്കുകൾ സത്യമാക്കാൻ ബ്രഹ്മേശ പുത്രനാം വേഷം കെട്ടി മന്ദഹാസത്തിന്റെ മാധുര്യത്തെ മന്ദം മറച്ചു ശ്രീകൃഷ്ണദേവൻ മൂലോകം ഞെട്ടുന്ന രൂപമാറ്റം മാധവൻ സങ്കൽപ്പം ചെയ്തുവല്ലോ മന്മഥൻ തന്നെ വില്ലുപോലെ കാർവർണ്ണൻ തന്റെ പുരിക കോടി കോപത്താലേറെ വളഞ്ഞു വീണ്ടും കൺകളിൽ അഗ്നി നിറച്ചു വച്ചു കണ്ണൻ കൺകളിൽ അഗ്നി നിറച്ചു വച്ചു കാർമേഘവർണ്ണം തുടച്ചു മാറ്റി തൂവെള്ള രോമങ്ങൾ മിന്നിടുന്നു മുല്ലമൊട്ടിൻ ദന്തം മാറ്റി വച്ചു പല്ലുകൾ ദംപ്രയായി മാറിയിടുന്നു കാർമേഘവർണ്ണം തുടച്ചു മാറ്റി തൂവെള്ള രോമങ്ങൾ മിന്നിടുന്നു മുല്ലമൊട്ടിൻ ദന്തം മാറ്റി വച്ചു പല്ലുകൾ ദംപ്രയായി മാറിയിടുന്നു ചെന്തൊണ്ടിപ്പഴമൊത്ത ചുണ്ടിനാലെ ചെമ്പരത്തിപ്പൂവായി മാറ്റി നാവും ഓടക്കുഴലങ്ങു മാറ്റി വച്ചു ഓംകാരരൂപൻ നഖം കിടത്തി ഗോപാലബാലകൻ കണ്ണനുണ്ണി കോപാകുലനായി നടിച്ചിടുന്നു പാപിയ ദൈത്യനെ നിഗ്രഹിക്കാൻ രൂപമെടുത്തു തിളങ്ങി നിന്നു നരനാകും ഹരിയുടെ ദിവ്യരൂപം നരഹരി രൂപമായി മാറിയിടുന്നു എവിടെയും മിന്നുന്ന കണ്ണനുണ്ണി ഒടുവിലോ തൂണിൽ മറഞ്ഞു നിന്നു നരനാകും ഹരിയുടെ ദിവ്യരൂപം നരഹരി രൂപമായി മാറിടുന്നു എവിടെയും മിന്നുന്ന കണ്ണനുണ്ണി ഒടുവിലോ തൂണിൽ മറഞ്ഞു നിന്നു സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ ആ ദിവ്യമായ ലീലകളെ അവിടെ അങ്ങനെ പറഞ്ഞു കേട്ടാതെ അതങ്ങ് കേട്ടതോടുകൂടി ആ അസുരകുട്ടികൾ മുഴുവൻ ഒരുമിച്ച് ചേർന്ന് ആ ഭഗവാന്റെ ദിവ്യമായ നാമത്തെ ഉറക്കെ ജപിക്കാൻ തുടങ്ങി. ഹരേ നാരായണ 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 എല്ലാവരും നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ
ഹരേ നാരായണ 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 ഹരേ നാരായണ. പ്രഹ്ലാദനോടൊപ്പം നിരവധിയായ അസുരകുട്ടികൾ ഒരുമിച്ച് ഭഗവാന്റെ നാമം ഉറക്കുറക്കെ ജപിച്ചു തുടങ്ങിയപ്പോ അധാനാന്റെ സുതത്തേഷ ബുദ്ധിമേകാന്ത സംസ്ഥിത ആലക്ഷ്യ ഭീതസ്ത്വരിതോ രാജ്ഞ ആവേദയഥ. ആചാര്യപുത്രൻ അവരുടെ എല്ലാം ബുദ്ധി അന്തർമുഖമായി കണ്ടു. ബഹിർമുഖമാകുന്നതാണ് ആസുരീയത, ദൈവികത ബുദ്ധി അന്തർമുഖമാവുന്നതാണ്. ഏതായാലും നേരെ ചെന്ന് ഹിരണ്യകശിപുവിനെ വിവരം അറിയിച്ചു. ഞങ്ങളെ കൊണ്ട് പ്രഹ്ലാദനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. പരുഷമായ വാക്കുകൊണ്ട് ആ പുത്രനെ ചീത്ത പറയാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് ചവിട്ടേറ്റ പാമ്പിനെ പോലെ ഹിരണ്യകശിപു അവിടുത്തെ ഒരു വരവ് വന്നു എന്നാണ്. പ്രകൃത്യാ തന്നെ ക്രൂരനാണ് അല്ലെ. പാമ്പുകൾ അവരുടെ പ്രകൃതം കൊണ്ട് തന്നെ ക്രൂരന്മാരാണ്. അതിനെ ചവിട്ടുകയോ അടിക്കുക എന്തെങ്കിലും ചെയ്താലോ അത് കുറച്ചുകൂടി ഔദ്ധത്യത്തോടുകൂടി വന്ന് ആക്രമിക്കും. ഇവിടെയും അത് തന്നെയാണ് ഉണ്ടായത്. ആ തൊഴുതു നിൽക്കുന്ന പ്രഹ്ലാദനോട് അവിടുന്ന് ഹിരണ്യകശിപു പറയുന്നു, ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകരാധമ സ്തബ്ധം അക്ഷാസനോദ്ഭൂതം നേക്ഷ്യേത്വാദ്യമക്ഷയം ക്രുദ്ധസ്യേസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വര തസ്യ മേ ഭീതവന്മൂഢ ശാസനം കിം ബലോദ്യക. നിനക്ക് എവിടുന്ന് എന്ത് ബലം കൊണ്ടാണ് ഈ ത്രിലോക ചക്രവർത്തിയായിരിക്കുന്ന എന്റെ ശാസനയെ ധിക്കരിക്കാനുള്ള ധൈര്യം ഉണ്ടായത്? എവിടുന്ന് ഈ ബലം കിട്ടി? പ്രഹ്ലാദ പറയാണ്, ന കേവലം മേ ഭവതശ്ചരാചര സവൈബലം ബലിനാം ചാപരേഷാം പരേവരേമീ സ്ഥിരജംഗമായേ ബ്രഹ്മാദയോ യേന വശം പ്രണീത. അച്ഛനോട് പറയാ, അച്ഛാ എനിക്ക് മാത്രമല്ല അച്ഛനും ഈ മഹാബലശാലികളായിട്ടുള്ള മറ്റുള്ളവർക്കൊക്കെ ഭഗവാൻ തന്നെയാണ് ബലം. സകല സ്ഥാപന ജംഗമങ്ങൾക്കും ബ്രഹ്മാദി ദേവന്മാർക്കും ഒക്കെ ആ ഭഗവാന്റെ ബലം കൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്താൻ സാധിക്കുന്നത്. കാലപൂർത്തിയായി നിൽക്കുന്നത് അവിടുന്നാണ്. അപ്പോ സത്യാദി ഗുണത്രയങ്ങൾക്ക് നിയന്താവായി പരാത്പരനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് വിശ്വത്തെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നത്. അച്ഛാ ജഹ്യാസുരം ഭാവം, ഈ ആസുരീയമായ ഭാവത്തെ അങ്ങ് ഉപേക്ഷിച്ചു. അങ്ങ് പുറത്തേക്ക് ഉരുട്ടുവഴിച്ചിരിക്കുന്ന ഈ കണ്ണുകൾക്ക് പകരം അങ്ങ് എന്ത് ചെയ്യണം? അതിനെ അകത്തേക്ക് നോക്കുക. അകത്ത് ആ ദിവ്യമായ ഹൃദയ ശ്രീകോവിലിൽ ആ ഭഗവാനാണ്. ആ ഭഗവാനെ മനസ്സിലാക്കൂ. അച്ഛൻ വിചാരിക്കുന്നു 10 ദിക്കുകളും അച്ഛൻ ജയിച്ചു എന്ന്. സത്യത്തിൽ അച്ഛൻ ജയിച്ചിട്ടില്ല. അച്ഛൻ ജയിക്കാത്ത 6 ശത്രുക്കൾ അച്ഛന്റെ ഉള്ളിലുണ്ട്. കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം തുടങ്ങിയ ആ ജിബുക്കളെ, ആ ശത്രുക്കളെയാണ് അച്ഛൻ ജയിക്കേണ്ടത്. അതുകൊണ്ട് അച്ഛ ഇനിയും വൈകിയിട്ടില്ല. ആ ഭഗവാന്റെ മാതാരബന്ധങ്ങളെ ആശ്രയിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഹിരണ്യകശിപുവിന് ദേഷ്യം വന്നു. നീ ഭാഗ്യം കെട്ടവനാണ്. എന്റെ പിന്തുടർച്ചക്കാരനായിട്ട് ഈ 3 ലോകങ്ങളും ഭരിക്കേണ്ടുന്ന നീയ് ഇപ്പൊ എന്റെ കൈകൊണ്ട് ഭരിക്കാൻ പോകുന്നു. എന്തൊക്കെയോ നീ പുലർത്തുന്നു. അവസാനത്തിലേക്ക് നീ എത്തി എന്നുള്ളതാണ് എന്നിങ്ങനെ തീർച്ചപ്പെടുത്തി അവിടെ ആ ഹിരണ്യകശിപു
ചോദിക്കുന്നു. നീ പറയുന്നുണ്ട് വാസോ യതിസ സർവത്ര തസ്മാൽ സ്തംഭേന ദൃശ്യത, എല്ലായിടത്തുമുണ്ട് ഈ ഭഗവാൻ എന്ന് നീ പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ തൂണിൽ കാണുന്നില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹിരണ്യകശിപുവിന് തൂണിലോ തുരുമ്പിലോ ഒന്നും കാണാൻ സാധിക്കണില്ല. പക്ഷേ ഇവിടെ ആ പ്രഹ്ലാദന് എല്ലായിടത്തും ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത ഞാൻ കാണുന്നുണ്ടല്ലോ പക്ഷേ ആ തൂണിലും ഞാൻ കാണുന്നുണ്ട്. ഇതിങ്ങനെ കേട്ടപ്പോഴേക്കും ഹിരണ്യകശിപുവിന്റെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയി. എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു. തന്റെ ആ ആജ്ഞകളെ ധിക്കരിക്കണോ എങ്കിൽ കാണിച്ചു കൊടുക്കുക തന്നെ നിങ്ങളെ തീർച്ചപ്പെടുത്തി. ഏവം സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോൽപതിതോ വരാസനാൽ സ്തംഭം തഥാണാദിബലസ്വമുഷ്ടിന. അവിടെ എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ആ മഹാസുരൻ പരമഭക്തനായ ആ പ്രഹ്ലാദനെ പീഡിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിക്കൊണ്ട് വാളെടുത്ത് സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ആ സ്തംഭത്തിലേക്ക് ഉരുക്കിനൊത്ത കൈകളെ കൊണ്ട്, വാള് പിടിച്ച കൈകളെ കൊണ്ട് ആഞ്ഞൊരിടിയം പിടിച്ചു എന്നാണ്. സ്തംഭം തഥാടാധിപനസ്വമുഷ്ടിന. എന്നിട്ടോ തദൈവ തസ്മിന്നിനതോതി ഭീഷണോ ബഭൂവയേനാണ്ടകടാസ്ഫുടൽസയം വൈ സ്വഭിഷ്ണ്യോപഗതം ത്വജാതയം ശ്രുത്വാ സ്വധാമാപ്യേവംഗമേരിതേ. ആ സ്തംഭത്തിൽ നിന്ന് അതിഭയങ്കരമായ ഒരു ശബ്ദം, അണ്ടകടാഹം പൊട്ടിയതുപോലെയായി. ബ്രഹ്മാദിദേവന്മാരൊക്കെ വിചാരിച്ചു ലോകാവസാനമായി എന്ന് അവർ വിചാരിക്കുന്നു. അതിപ്രയത്നം ചെയ്യാണ് ഹിരണ്യകശിപു. തന്റെ പുത്രനെ കൊല്ലണം എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആ ഹിരണ്യകശിപു സഭയിൽ ഞെട്ടിവിറക്കുന്ന ശബ്ദം കേട്ടപ്പോ ആദ്യം ഒന്ന് പേടിച്ചു. അസുരശ്രേഷ്ഠന്മാർ മുഴുവൻ പേടിച്ചു. ഈ സമയത്ത് ഭഗവാന്റെ ദിവ്യമായ അവതാരം അവിടെ നടക്കാൻ പോവുകയാണ്. നമുക്കും ആ ഭഗവാന്റെ ദിവ്യമായ അവതാരത്തെ, അതിഭയങ്കരമായിരിക്കുന്ന ഭയാനകമായ ആ അവതാരം, ലോകത്തിന് ഭയം മാറ്റുന്ന അഭയസ്വരൂപയുടെ അനുഗ്രഹത്തിന്റെ അവതാരമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ ആ തൂണിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ പുറപ്പെടുകയാണ്. പൊന്നു ഗുരുവായൂരപ്പൻ അവിടുന്ന് പുറത്തേക്ക് ചാടി പട്ടേരിപ്പാട് പറയുന്നത് പോലെ ഇതിൽ പരം പറയാൻ എനിക്ക് കഴിവില്ല ഭഗവാനെ എന്ന് പറഞ്ഞ് 24ാമത്തെ ദശകം സമർപ്പിച്ച് 25ാമത്തെ ദശകത്തിൽ സ്തംഭേ ഘട്ടയതേ എന്ന് ആ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭഗവാന്റെ സ്വരൂപം അന്ന് ആ സാക്ഷാൽ നെൽപ്പത്തൂരിന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. കാരുണ്യ ശ്രീകോവിലിൽ നമുക്കും ഈ പൊന്നുഗുരുവായൂരപ്പൻ ആ സ്വരൂപത്തെ കാണിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിഞ്ച ഭൂതേഷ്വഖിലേഷു ചാത്മന അദൃശ്യതാത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം ന മൃഗം ന മാനുഷം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തന ഗോവിന്ദ
സമസ്തം പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും വെട്ടാനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി എട്ടുണ്ടു കൈകൾ അതിഘോര രൂപം പൊട്ടിത്തകർന്നു ദിതിപുത്രഹൃതം വെട്ടിത്തിളങ്ങുന്നൊരു വാളുമായി തട്ടിത്തടഞ്ഞെത്തി ഹിരണ്യനപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ 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 ജയ നരസിംഹ നരഹരി രൂപമെടുത്തു ഭഗവാൻ പൂർവിളർന്നൊരു നേരത്തിൽ അണ്ടകടാഹം ഞെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ അസുരേന്ദ്രൻ തൻ മുന്നിൽ ഹരിയോ അട്ടഹസിച്ചിട്ടലറുമ്പോൾ അസുരകളി അസുരൻ തന്നുടെ ഹൃത്തിൽ ഭയവും ചേക്കേറി ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ അഗ്നിയിലിട്ടു പഠിപ്പിച്ചതുകൾ സ്വർണ്ണ സമാനം കണ്ണുകളും കേസരജാലത്തിനുടെ മധ്യേ വിട്ടു വളർന്നൊരു ചക്രകളും വാടിൽ തലപോൽ വിട്ടുകിടക്കും അരുണാഭത്തിൻ തമനാകും പർവ്വതഗുഹപോൽ വലുതാകുന്നൊരു വായു നാസികയെന്നിവയും ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ കാതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കുമ്പോൾ വായു ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം ചന്ദ്രിക പോലെ വിളവിളവിലും ദേഹം മുഴുവൻ രോമങ്ങൾ കൃഷമം മധ്യം കടിയേറുന്ന കണ്ഠം അത്ഭുതമാകാരം ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ കാതുകൾ വരെയും വ്യാപിച്ചുള്ളൊരു ഭയമുണ്ടാക്കുമ്പോൾ വായു ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം ചന്ദ്രിക പോലെ വിളവിളവിലും ദേഹം മുഴുവൻ രോമങ്ങൾ കൃഷമം മധ്യം കടിയേറുന്ന കണ്ഠം അത്ഭുതമാകാരം ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ നിരവധി കൈകളിൽ ചിലതിൽ ആയുധതോമാമഖജാലം ശങ്കരചക്രം ഗതയും ഭാഷാപ്രതിരാദികളും താമരയും ബ്രഹ്മമയച്ചില ദേവാദികളും ബാക്കി ശ്രീഹരി ബ്രഹ്മത്തെ കോപം കൊണ്ട് വിറച്ചൊരു ഹരിതൻ പാദം തേടി പ്രസാദം ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ഹരിഹരി രൂപമെടുത്തു ഭഗവാൻ പൂർവിളർന്നൊരു നേരത്തിൽ അണ്ടകടാഹം ഞെട്ടിവിറച്ചു അത്ഭുത രൂപം കണ്ടപ്പോൾ അസുരേന്ദ്രൻ തന്നെ മുന്നിൽ ഹരിയോ അട്ടഹസിച്ചിട്ടലറുമ്പോൾ അതികളിലെ അസുരൻ തന്നുടെ ഹൃത്തിൽ ഭയവും ചേക്കേറി ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ അഗ്നിയിലിട്ടു പഠിപ്പിച്ചതുപോലെ സ്വർണ്ണസമാനം കണ്ണുകളും കേസരജാലത്തിനുടെ മധ്യേ നീണ്ടു വളർന്നൊരു ചുട്ടകളും വാളിൽ തലപോൽ നീണ്ടു കിടക്കും മരണാഭത്തിൻ തമനാവും പർവ്വതഗുഹപോൽ വലുതായുള്ളൊരു വായു നാസികയെന്നിവയും ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ കാതുകൾ വരെയും വ്യാപിക്കുന്നൊരു ഭയമുണ്ടാക്കുമ്പോൾ വായു ആകാശം സ്പർശിച്ചിടുമ്പോൾ മാനവഹരിതന്നാകാരം ചന്ദ്രിക പോലെ വിളവിലും ദേഹം മുഴുവൻ രോമങ്ങൾ കൃഷമം മധ്യം കടിയേറുന്ന കണ്ഠം അത്ഭുതമാകാരം ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ജയ ജയ നരസിംഹ ഞെട്ടിത്തെറിച്ചു ഭുവനം സമസ്തം പൊട്ടിപ്പിളർന്നു ഇടിയേറ്റ തൂണും വെട്ടാനണഞ്ഞു അസുരേന്ദ്രനപ്പോൾ പെട്ടെന്നലറി നരസിംഹമൂർത്തി അതിഭയങ്കരമായ ഭഗവാന്റെ ആ ദിവ്യ രൂപം, ആ ഉയർന്നു നിൽക്കുന്ന കുഞ്ചിരോമങ്ങള്, അഗ്നിവമിക്കുന്ന കണ്ണുകള്, അതിഭയങ്കരമായിരിക്കുന്ന സ്വരൂപം, കരാളതന്ത്രം കരവാളചഞ്ചലം ക്ഷുരാന്തനിത്വം ഭൃഗുടീമുഖോദ്ഗണം. ശ്രീശുഭ്രം രക്ഷിക്കുന്ന നാരദനും പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അവിടെ പറഞ്ഞു കൃത്വ അർത്ഥഹാസം
ഒരു അട്ടഹാസനം മുഴക്കുമ്പോ എല്ലാവരും കിട്ടുകിട്ട വിറക്കുകയാണ്. ഹിരണ്യകശിപു പാണ്ഡ്യത്തി ഭഗവാനാണെന്ന് മനസ്സിലായി. ഇത് ഹരി തന്നെ, പ്രഹ്ലാദപ്രിയനായ ഭഗവാൻ, ആ പ്രവസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ കേവലം തന്നെ ശത്രുവായി കരുതിക്കൊണ്ട് വാളും പരിചയമെടുത്ത് വന്നപ്പോ ഭഗവാൻ കുറച്ചു നേരം കളിച്ചു. എന്തിനാ? സത്യം വിധാനം, സത്യമാക്കാൻ, തന്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കാൻ വേണ്ടി കുറച്ചു നേരം കളിച്ചു. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഞെട്ടി വിറച്ചു നിൽക്കുകയാണ്. അവരെ ഒന്നും കാണാനില്ല, കുറെ അകലേക്ക് പോയി. സൂകരമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോ സന്ധ്യാസമയത്തിന് മുമ്പ് കൊല്ലണം ആ ഹിരണ്യാക്ഷനെ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് ഇപ്പൊ സന്ധ്യയാവാൻ കാത്തു നിൽക്കുക. രാത്രിയും പകലും പാടില്ല എന്ന് വരം കൊടുത്തു കഴിഞ്ഞു. ഭഗവാൻ പറഞ്ഞു സന്ധ്യയാവട്ടെ, അതിനുള്ള കളികളാണ് ഇതൊക്കെ. അങ്ങനെ കളിച്ചു കുറച്ചു നേരം, സന്ധ്യയാകുന്നത് വരെ. പിന്നെ ഒരു പിടുത്തം പിടിച്ചു. പിന്നെ ആ പിടിയിൽ നിന്ന് വിട്ടുപോവാൻ സാധിച്ചില്ല ഹിരണ്യകശിപുവിന്. അവിടെ ആ രുധിരപ്രിയം തർപ്പയിഷിയെ, തന്റെ അനുജന് രുധിരം കൊണ്ട് രക്തം കൊണ്ട് തർപ്പണം ചെയ്യുമെന്ന് പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട പാർശ്വതന്മാരിൽ ഒരുവനാണ് ഒരു പുതിയ വേഷം കെട്ടി തന്റെ മുമ്പിൽ വന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഭഗവാൻ മനസ്സിലായി, അവനെ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുവന്നു. എല്ലാവരും ഞെട്ടി വിറച്ചു നിൽക്കണു. ഒരേ ഒരാൾ മാത്രം യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. അതാണ് ആ ഉണ്ണിക്ക് കാണുന്നത്. ആ കത്തിച്ചൊലിക്കുന്ന കണ്ണുകളുടെ ഉള്ളിലുള്ള കാരുണ്യത്തിന്റെ ആ കനിവ് പറ്റാത്തൊരു ഗംഗ, ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ആ അളകനന്ദ, അത് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഉണ്ണിക്ക്. ഉണ്ണിക്ക് മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. ഭഗവാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. അകത്തല്ല പുറത്തല്ല, ഉമ്മറപ്പടിയിൽ, ആകാശത്തല്ല ഭൂമിയിലല്ല, പഞ്ചഭൂതാത്മകമല്ലാത്ത തന്റെ മടിയിൽ പിടിച്ചു കിടത്തി. ഭാഗവത ചോദിക്കുന്നു, ഭക്തന്മാര് ചോദിക്കുന്നു, ഇതുപോലൊരു ഭാഗ്യം ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഭഗവാന്റെ മടിയിൽ കിടന്ന് മരിക്കാൻ സാധിക്കുക. മൃതിയിൽ ഭഗവത് സ്മൃതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മൃതിയിൽ ഭഗവത് സ്മൃതി മാത്രമല്ല, ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ മടിയിൽ കിടന്നുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ഹിരണ്യകശിപുവിന് കിട്ടി എന്നാണ്. മടിയിൽ ഇങ്ങനെ കിടത്തി. ഇനി ആയുധം കൊണ്ട് പാടില്ല, ആയുധമില്ലാതെ പാടില്ല, നഖങ്ങളെ ആയുധമാക്കി. ആ നഖാങ്കുരോത്പാടിതഹൃസ്തരോരുഹം, ആ ഹൃദയമാകുന്ന താമരപ്പൂവിനെ ഭഗവാൻ പറിച്ചെടുക്കാൻ തീർച്ചപ്പെടുത്തി. ഗജേന്ദ്രൻ സമർപ്പിക്കുന്ന താമരപ്പൂ പോലെ ഗോപികമാരുടെ ഗൃഹങ്ങളിൽ ചെന്ന് ഭഗവാൻ കട്ടെടുത്ത് കഴിക്കുന്ന വെണ്ണയും പാലും തൈരും പോലെ പാഞ്ചാലിയുടെ അക്ഷയപാത്രത്തിൽ നിന്നും ഭഗവാൻ സ്വീകരിച്ച ചീരയില പോലെ ഹിരണ്യകശിപുവിന്റെ ഹൃദയ രക്തത്തെ ഭഗവാൻ പറിച്ചെടുക്കാൻ തീർച്ചപ്പെടുത്തി. ആ മൂർത്ത നഖങ്ങളെ ഹിരണ്യകശിപുവിന്റെ ആ പിടയ്ക്കുന്ന മാറിലേക്ക്, ബാക്കിയെല്ലാം ചലനമില്ലാതെ നിശ്ചലമായി കഴിഞ്ഞു. ഈ ലോകത്തെ മുഴുവൻ കിടുകിട വിറപ്പിച്ച ആ ധീരനും വീരനും ഉഗ്രപ്രതാപിയുമായിരിക്കുന്ന ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ പ്രിയപ്പെട്ട ആ ഭഗവാന്റെ കൈകൊണ്ട് മരണം സ്വീകരിക്കാൻ കാത്തിങ്ങനെ കിടക്കുക. അങ്ങനെ കണ്ണൊക്കെ തള്ളി ആ ഹൃദയം മാത്രം ഇങ്ങനെ മിടിക്കുന്നുണ്ട്. ആ ഹൃദയത്തിലേക്ക് തന്റെ കൂർത്തുമൂർത്ത നഖങ്ങളെ ഭഗവാൻ കുത്തിയിറങ്ങി ഒരു കീറങ്ങട് കീറി അതിൽ നിന്ന് ചുടുചോര പുറത്തേക്ക് ഇടുവന്നു. പായം പായം തൈരയോ ബഹുജങ്ങൾ സംഹാരി സംഹാരവാൻ. ഭഗവാൻ ആ ചോര വലിച്ചു 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 കുടിച്ചു. അവസാനം ആ രക്തം കൊണ്ടുള്ള തർപ്പണങ്ങൾ കഴിഞ്ഞു. ഇനി ആ മാല, പൂമാല, ചെമ്പരത്തിമാല അണിയുന്നത് പോലെ ഹിരണ്യകശിപുവിന്റെ ആ കുടൽമാലയെടുത്ത് കഴുത്തിലണിഞ്ഞു ഭഗവാൻ. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ നോക്കി, എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. ആർക്കും ധൈര്യമില്ല ഭഗവാന്റെ അടുത്തേക്ക് വരാൻ. ഭഗവാൻ ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ ഒന്ന് അട്ടഹാസം മുഴക്കും, ആ കണ്ണുകളിൽ നിന്ന് അഗ്നി വ്യാപിക്കും. പേടിച്ചു വർഷങ്ങൾ നിൽക്കും. ആ സിംഹാസനത്തിൽ ഭഗവാൻ അങ്ങനെ കയറിയിരുന്നു. അതിനുശേഷം ബ്രഹ്മാവ് വന്നു. നമോസ്മ്യനന്ദായ ദുരന്ത ശക്തയേ വിചിത്രവീര്യായ പവിത്രകർമ്മണേ വിശ്വസ്യ സദ്ഗസ്ഥിതി സംയമാൻ ഗുണൈ സ്വലീലയാ സന്തതതേ അവ്യയാത്മനെ. ബ്രഹ്മാവിന്റെ സ്തുതി, അതേപോലെ രുദ്രന്റെ സ്തുതി, ദേവേന്ദ്രന്റെ സ്തുതി, എല്ലാവർക്കും ഓരോ ശ്ലോകങ്ങൾ ചൊല്ലാനാണ് ഭഗവാൻ അവസരം കൊടുത്തേക്കുന്നത്. അത് കഴിയുമ്പോൾ രക്തഹാസം അവർ മാറിപ്പോയി. ഋഷികള്, പിതൃക്കള്, സിദ്ധന്മാര്, വിദ്യാധരന്മാര്, നാഗങ്ങള്, മനുക്കള്, പ്രജാപതിമാര്, ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷന്മാര്, കിംപുരുഷന്മാര്, വൈതാളികന്മാര്, കിന്നരന്മാര്, വിഷ്ണു പാർഷദന്മാരും സ്തുതിച്ചു ഭഗവാനെ. ആ കോപത്തിൽ നിന്ന്, ആ കോപാഭിനയത്തിൽ നിന്ന്
സ്ഥാപിച്ച് സാക്ഷാൽ ആ ശ്രീ ഭഗവതിയെ കൊണ്ടുവന്നു. നേരത്തെ ഇതുപോലൊരു രൂപം കണ്ടിട്ടില്ല. ശ്രീ ഭഗവതി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ? ബ്രഹ്മാവ് ചോദിച്ചു, പിന്നെ എങ്ങനെയാ ഈ കോപം ഒന്ന് തണുപ്പിക്കാൻ എന്താ വഴി? പ്രഹ്ലാദ പ്രിയ ഹേ മരുൾപുരവേ പട്ടരിപ്പാട് വിളിക്കുന്നില്ലേ? ആ പ്രഹ്ലാദനെ പറഞ്ഞയച്ചോളൂ. പ്രഹ്ലാദ പ്രിയൻ, ഭക്തവത്സലൻ, ഭക്താനാം മാനവർദ്ധന. ഭഗവാനെ കുറിച്ച് പലതും പറയാറുണ്ട്. അതുകൊണ്ട് ഭക്തിയുടെ മുമ്പിൽ അവിടത്തേക്ക് കോപമൊന്നുമില്ല. ആ കണ്ണുകളിൽ നിന്ന് കാരുണ്യത്തിന്റെ ഗംഗ ഒഴുകും, യാതൊരു സംശയമില്ല. പ്രഹ്ലാദനെ പറഞ്ഞയക്കൂ. ലക്ഷ്മി ഭഗവതി കാത്തു നിൽക്കുക. എന്തിനാ? പ്രഹ്ലാദൻ അവിടെ ചെന്നിട്ട് വേണം തന്റെ പ്രിയപ്പെട്ട ആ ശ്രീപതിയോടൊപ്പം ചേർന്ന് ഈ ശ്രീയാകുന്ന ലക്ഷ്മിക്ക് കൈകൾ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കാൻ. ഇനി എന്റെ അനുഗ്രഹമൊന്നും ആവശ്യമില്ല, എങ്കിലും ഞാൻ അനുഗ്രഹിച്ചേക്കാന്ന് വിചാരിച്ച് കാത്തു നിന്നു. പ്രഹ്ലാദനോട് ബ്രഹ്മാവ് ചോദിച്ചു, പ്രഹ്ലാദ, പേടിയുണ്ടോ പ്രഹ്ലാദൻ അങ്ങനെ പോകാൻ? പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കെന്താ പേടി? കാരണം എന്താ? ഇത് ഭഗവാനാണ്. ഇത് ഭഗവാന്റെ വെറും അഭിനയം മാത്രമാണ്. തന്നെയുമല്ല, സിംഹത്തിന്റെ അടുത്തേക്ക് പോകാൻ സിംഹകുട്ടികൾക്ക് പേടിയുണ്ടാവില്ല, മറ്റു മൃഗങ്ങളൊക്കെ പേടിക്കും. ഇത് ഭഗവാന്റെ സ്വന്തം ഉണ്ണിയാണ്, ഗോവിന്ദ പര്യംഹിതനാണ് ആ ഉണ്ണി. പേടിയൊന്നും ഉണ്ടായില്ല. നേരെ കാക്കലികൾ വീണ് നമസ്കരിച്ചു. പാദയോപതിതംബാലം. ഹിരണ്യകശിപു ആരെ എടുത്തില്ലേ? അതേപോലെ സ്നേഹവാത്സല്യങ്ങളോട് കൂടി ആ ഉണ്ണി അങ്ങനെ വാരിയുടെ എടുത്തു. പ്രഹ്ലാദന്റെ കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ആനന്ദ ബാഷ്പ ബിന്ദുക്കൾ ഭഗവാന്റെ ക്രോധാഗ്നിയാകുന്ന ആ സൂര്യ തേജസ്സിൽ ഉയർന്ന നീരാവിയായി ഭഗവാന്റെ കണ്ണുകളിലൂടെ അനുഗ്രഹത്തിന്റെ വർഷമായി ആ പ്രഹ്ലാദന്റെ ശിരസിൽ വന്ന് പതിച്ചു. ഉണ്ണി പേടിച്ചു എന്ന് ചോദിക്കുകയാണ്. പ്രഹ്ലാദൻ പറഞ്ഞു, എന്തിനാ പേടിക്കുന്നത്? എനിക്ക് ഈ സംസാരത്തെയാണ് ഭഗവാനെ പേടി. അവിടുത്തെ ദിവ്യലീലകൾ കേട്ടുകൊണ്ട് ഈ സംസാരത്തിന്റെ മറകര കിടക്കാൻ അടിയൊരു പേടിയും തോന്നുന്നില്ല. അവിടുത്തെ പാദപത്മങ്ങളാകുന്ന തോണിയുണ്ടെങ്കിൽ, അവിടുന്ന് അമരക്കാരനായി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനാ പേടിക്കേണ്ടത് ഭഗവാനെ? പ്രഹ്ലാദന്റെ അതിഗംഭീരമായിട്ടുള്ള സ്തുതി അവിടെയുണ്ട്. ആ സ്തുതിയൊക്കെ കേട്ട് ഭഗവാൻ ചോദിച്ചു, ഉണ്ണിക്ക് എന്ത് വരാൻ ഞാൻ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ, ഒരു വരവും എനിക്ക് തരരുത്. വരം തന്ന് എന്നെ പ്രലോഭിപ്പിക്കരുതേ ഭഗവാനെ. അവിടുത്തെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ഒട്ടും കഴിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് അങ്ങ് എന്റെ സ്വാമിയാണ്, ഞാൻ അവിടുത്തെ ഭൃത്യനാണ്. ആ ഒരു നിലയ്ക്ക് മാത്രമേ കാണാൻ പാടുള്ളൂ. നമ്മൾ തമ്മിലുള്ള ബന്ധം കച്ചവട ബന്ധമാക്കി മാറ്റരുതേ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഭഗവാൻ നല്ലപോലെ കേട്ടു. ഇത് തന്നെയാണ് ഉത്തമമായ ഭക്തി എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തു. പ്രഹ്ലാദൻ ഒരു കാര്യം ആവശ്യപ്പെട്ടു. അച്ഛൻ ചെയ്ത പാപങ്ങളിൽ നിന്ന് അച്ഛന് മോചനം കിട്ടില്ലേ ഭഗവാനെ? ഭഗവാൻ വീണ്ടും വീണ്ടും തന്റെ പ്രിയ ഭക്തനെ ആലിംഗനം ചെയ്തു. നിന്നെ പോലെ ഒരു പുണ്യവാൻ ജനിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടായെന്നാ പറയുന്നത്? 7-3-21 തലമുറ മുമ്പും പിമ്പും ശുദ്ധമായി കഴിഞ്ഞു. ഒരിക്കലും വിഷമിക്കണ്ട. അതുകൊണ്ട് സ്വന്തം ഗൃഹത്തിൽ കുലം മുഴുവൻ ശുദ്ധീകരിക്കുന്ന നീ പിറന്നില്ലേ? നന്നായി. എന്റെ സ്പർശം കൊണ്ട് നീ സർവഥാ പരിശുദ്ധനായി തീർന്നു. അച്ഛന്റെ സംസ്കാരാദികളൊക്കെ ചെയ്യാൻ, രാജ്യം ഭരിക്കുക, അവസാനം എന്നിലേക്ക് തന്നെ എത്തിച്ചേരുകയും ചെയ്യുക എന്ന് പറഞ്ഞ് ഭഗവാൻ പോകുന്നതിന് മുമ്പേ ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവെ, ഇങ്ങനെ അസുരന്മാർക്ക് വരം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. സർപ്പങ്ങൾക്ക് പാല് കൊടുക്കുന്നത് പോലെയാണ് ഇത് പറഞ്ഞു. എങ്കിലും എന്തൊക്കെ അങ്ങ് വരം കൊടുത്താലും ഹരിഷ്യേപി വരോർജിതം എന്ന് പറഞ്ഞ് അവിടെ ഭഗവാൻ അന്തർധാനം ചെയ്തു. പ്രഹ്ലാദനെ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ അസുര ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നു. അവിടെ ആ നാരദൻ പറയുകയാണ്, ധർമ്മപുത്ര മഹാരാജാവേ, യൂയം നിർലോകേവത ഭൂരിഭാഗ, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാര് പാണ്ഡവന്മാരെ നിങ്ങളാണ്. കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഭഗവാൻ നിങ്ങളുടെ കൂട്ടുകാരനായി, നിങ്ങളുടെ അമ്മാവന്റെ മകനായി, നിങ്ങളുടെ ദൂതനായി, നിങ്ങളുടെ സൂതനായി, നിങ്ങളുടെ പരിചാരകനായിട്ട് നിൽക്കുന്നു. എത്രയോ മഹാത്മാക്കൾ ആ ഭഗവാനെ കാണാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലേ? ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ രംഗത്തെ നാരദ മഹർഷി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നമുക്കും ഈ ഗുരുഭവനപുരിയെ ധന്യമാക്കുന്ന ആ നരസിംഹാവതാര മുക്തിയെ നമുക്ക് കാൽക്കൽ വീണ് നമസ്കരിക്കാം. പ്രഹ്ലാദന്റെ ഭക്തിയുടെ എത്രയോ നാളെയാണ് നമ്മൾ, എങ്കിലും നമ്മളും ആഗ്രഹിക്കുന്നു ഭഗവാനെ ഈ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളുടെ സാരഥിയായി
പാർത്ഥസാരഥിയായി, കപ്പലിന്റെ കപ്പിത്താനായി, വിമാനത്തിന്റെ വൈമാനികനായി ഞങ്ങളോടൊപ്പം എന്നെന്നുണ്ടാവണം. അതിനുള്ളൊരു ഭാഗ്യം. നാവ് ഉയരുന്ന കാലത്തോളം നാരായണനാമം പാടാൻ, ചെവിക്ക് ശക്തിയുള്ള കാലത്തോളം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ, ഭഗവത് ഭക്തന്മാരെ കാണാൻ, വാണീ ഗുണാനുകഥനെ ശ്രവണവും കഥായാം ഹസ്തൗച കർമ്മസു മനസ്തവ പാദയോർന്ന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽപ്രണാമി ദൃഷ്ടിസദാ ദർശനേസ്തു ഭവത്തനൂന എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്കും ആ പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് നരഹരിയായി അവതരിച്ച ഭഗവാൻ നാളെ നരനായ ഹരിയായി അവതരിക്കുന്ന കൃഷ്ണാവതാരത്തിലേക്കാണ് നമുക്ക് നാളെ എത്തിച്ചേരേണ്ടത്. നാളെ അവതാരങ്ങളുടെ പുണ്യദിനമാണ്. എത്രയെത്ര അവതാരങ്ങളാണ് നാളെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തീരില്ല. ഗജേന്ദ്രനെ അനുഗ്രഹിക്കാൻ, ഹരിയെ രക്ഷിക്കാൻ ഹരിയായി വന്നത് മുതൽ സാക്ഷാൽ ഹരിയായി അവതരിക്കുന്ന ശ്രീകൃഷ്ണാവതാരം വരെയുള്ള നിരവധി അവതാര കഥകൾ. കാലത്ത് ഗജേന്ദ്രമോക്ഷം എന്നുള്ള ഭാഗം ആ സമയത്ത് താമരപ്പൂ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് എന്ന് കൂടി ഇത്തരുണത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ദീപാരാധനയോടുകൂടി നമുക്ക് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം പ്രഹ്ലാദ പ്രിയ നരഹരി മൂർത്തേ ശരണം മേ തവ ചരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവം കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.